ഇൻട്രസ്റ്റ് ഒന്നും വരാത്തപ്പം വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഫെബിൻസാന്റെ ഒരു വീഡിയോ കണ്ടത്. ഇങ്ങനെ OSCE ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എറണാകുളത്ത് വെച്ച്. എന്താ പറയാ, സോറി, ഞാൻ ഭയങ്കര പേടിയോടാണ് വന്നത്. രേഷ്മ മാമിന് അറിയാം, ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു ഞാൻ. പാസ്സാവൂന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ 10 days കോഴ്സ് കഴിഞ്ഞപ്പോ തന്നെ. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. സെബിൻ ചേട്ടൻ ഒരാള് കാരണം മാത്രമാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഇത് നമ്മൾ പറയാനേ പറ്റില്ല, അത്ര സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. സ്പെഷ്യൽ താങ്ക്സ് ടു ഫേബ മാം, രേഷ്മ മാം, ഡോൺ മാം. ഇവരുടെ മൂന്നിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനത് എല്ലാ കാര്യത്തിലും എൻവേർട്ടിസിലെ വൺ റൂഫിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും എന്നുള്ളതാണ്. ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. ഹലോ എവ്രിവൺ, എല്ലാവരും സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം നമ്മുടെ എൻവേർട്ടീസ് അക്കാഡമിയുടെ ഓസ്കി സക്സസ് സമ്മിറ്റ്, വിച്ച് മീൻസ് ദാറ്റ് നമ്മളുടെ കൂടെ ഓസ്കി ട്രെയിൻ ചെയ്ത നമ്മുടെ കാൻഡിഡേറ്റ്സ്, അതുപോലെ തന്നെ അവരെ 10 ദിവസത്തെ നമ്മളുടെ കൂടെ, നമ്മളുടെ എൻവേർട്ടീസ് അക്കാഡമി കൊച്ചിയിൽ 10 ദിവസത്തെ ട്രെയിനിങ് ഫസ്റ്റ്ലി നമുക്ക് അറ്റൻഡ് ചെയ്തിട്ട്, അതുപോലെ തന്നെ നമ്മൾ വഴി ഇംഗ്ലണ്ടിൽ പോയി എക്സാം അറ്റൻഡ് ചെയ്ത് പാസ്സായവരുമായിട്ട് അവരുടെ കൂടെ കുറച്ച് നേരം ചെലവഴിക്കാൻ പോവുകയാണ്. അപ്പം നമ്മളുടെ കൂടെ എങ്ങനെയായിരുന്നു നമ്മുടെ ഫാമിലിയോടൊപ്പം ഉള്ള ജേർണി, അത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സോ എല്ലാവർക്കും സ്വാഗതം ഇതിലേക്ക്. ബൈ ദ വേ, ഞാൻ ഫേബ. ഞാൻ ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ടിൽ ഓക്സ്ഫോർഡിലെ എൻവേർട്ടീസ് അക്കാഡമിയിൽ ഓസ്കി ലീഡായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ കാൻഡിഡേറ്റ്സിനെ ട്രെയിൻ ചെയ്യുന്നു. സോ നമ്മളുടെ കൂടെ വന്ന കാൻഡിഡേറ്റ്സ് ആണ്. അപ്പം എല്ലാവരുമായിട്ടും നമുക്ക് പേഴ്സണലി ടച്ച് ഉണ്ട്. നമ്മൾ കീപ്പ് ഇൻ ടച്ച് ചെയ്യുന്നവരാണ്. അവരുടെ എന്നാ പറയുന്നത്, എല്ലാവരെയും നമുക്ക് അറിയാവുന്ന കുട്ടികൾ തന്നെയാണ്. അപ്പം എന്നാ പറയുന്നത്, അവർക്ക് നമുക്ക് പിൻ നമ്പർ കിട്ടുമ്പോൾ വളരെയധികം സന്തോഷമാണ്. അപ്പം നമുക്ക് തന്നെ അവരോട് ചോദിക്കാം എങ്ങനെയായിരുന്നു അവരുടെ എക്സ്പീരിയൻസ് നമ്മളോട് കൂടെയുള്ളത്. So we're gonna start our program. So so I'll go and ask the questions and all those things. Hello, good evening, everyone. How are you all? Good evening. Yeah. Good evening. Sorry, Constantina, I'm going to share, talk in Malayalam, so which is our It's okay, language. Feba. Go Okay. ahead. Okay. So Prasad is a person who come with us. നമ്മുടെ അടുത്ത നാട്ടിലെ കൊച്ചിയിലെ ട്രെയിനിങ്, ഓസ്കി ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങിൽ 10 ദിവസം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻവേർട്ടീസ് അക്കാഡമി ഇൻ ഓക്സ്ഫോർഡിൽ 2 days ക്രാഷ് കോഴ്സും കഴിഞ്ഞ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആയ ആളാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായ ഒരാളാണ്. എന്നിട്ട് ഇപ്പോൾ the first person who got the job in UK. So we are going to ask the experience with him. Okay, from him. Sorry. ഞാൻ OET കഴിഞ്ഞിട്ട് 1 വർഷമായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു ഇന്റർവ്യൂസിന് വേണ്ടി. Okay. ആ സമയത്ത് ഇന്റർവ്യൂസ് ഒന്നും വരുന്നില്ല. നേരത്തെയൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് OET പാസ്സായി കഴിഞ്ഞാൽ അപ്പൊ UK ഡയറക്റ്റ് ഇന്റർവ്യൂസ് വരുമായിരുന്നു നാട്ടിലോട്ട്. അപ്പൊ ഇന്റർവ്യൂസിന് വേണ്ടി 1 year വെയിറ്റ് ചെയ്തു. അപ്പൊ ഇന്റർവ്യൂസ് ഒന്നും വരുന്നില്ല. ഇൻട്രസ്റ്റ് ഒന്നും വരാത്തപ്പം വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഫെബിൻസാന്റെ ഒരു വീഡിയോ കണ്ടത്. ഇങ്ങനെ OSCE ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എറണാകുളത്ത് വെച്ചെന്ന്. അങ്ങനെ ഞാൻ രേഷ്മ മാഡത്തെ കോൺടാക്ട് ചെയ്തു. അപ്പൊ ഞാൻ രേഷ്മ മാഡത്തിനോട് ചോദിച്ചു, ഈ 10 ദിവസം കൊണ്ട് നമ്മൾ കൊച്ചിയിൽ വന്ന് OSCE പഠിച്ചാൽ പാസ്സാവും അവിടെ പോയിട്ടെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞ് 10 ദിവസമൊക്കെ ധാരാളം വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കൊച്ചിയിൽ വന്ന് ജോയിൻ ചെയ്തത്. അപ്പൊ 10 ദിവസത്തെ ക്ലാസ് കൂടി. നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാ ഇൻസ്ട്രക്ടർമാരും അടിപൊളിയായിരുന്നു, നല്ലോണം പറഞ്ഞു തന്നു. എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അങ്ങനെ 10 ദിവസം അവിടെ ക്ലാസ് കൂടിയതിന് ശേഷം പിന്നെ ഓൾറെഡി എനിക്ക് ഡിപ്പെൻഡന്റ് വിസ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് OSCEക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ എൻവേർട്ടീസിൽ വന്നത് പഠിക്കാൻ വേണ്ടി. പിന്നെ ഡിപ്പെൻഡന്റ് വിസയിൽ ഞാൻ UK എത്തി. ഇവിടെ എത്തിയിട്ട് ഏറ്റവും അടുത്ത ഡേറ്റ് തന്നെ ഞാൻ എക്സാം ബുക്ക് ചെയ്തു. December 25 എക്സാം ഡേറ്റ്, OSCE എക്സാം ഡേറ്റ്. ഞാൻ ഇവിടുന്ന് പ്രിപ്പയർ ചെയ്തു. പിന്നെ എക്സാമിന് 2 ദിവസം മുന്നേ ഞാൻ ഫെബ മാഡത്തെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ UK ഇൻവെർട്ട് സെന്ററിലോട്ട് എത്തി. പിന്നെ അവിടെ 2 ദിവസം ഫുള്ള് ട്രെയിനിങ് ആയിരുന്നു. നമ്മുടെ എല്ലാ പ്രൊസീജിയറും ചെയ്യാൻ പറ്റി, മോക്ക് ടെസ്റ്റ് നടത്തി. അങ്ങനെ എല്ലാം പഠിച്ചതിന് ശേഷം പോയി എക്സാം എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ പറ്റി. നമ്മുടെ ഫയർ സ്റ്റേഷൻ ഉള്ളതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത് നമ്മുടെ എൻവേർട്ടീസ് എന്ന ഫയർ സ്റ്റേഷൻ ഫോക്കസ് ചെയ്താണ് പഠിച്ചത്. ഫസ്റ്റ് തന്നെ പാസ്സാവാൻ കഴിഞ്ഞു.
അതിനുശേഷം പിന്നെ ക്രിസ്മസ് ഹോളിഡേസ് ആയതുകൊണ്ട് പിൻ നമ്പർ കിട്ടാൻ കുറെ വൈകി. 22 ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് എനിക്ക് പിൻ നമ്പർ കിട്ടിയത്. പിന്നെ ഞാൻ എനിക്ക് വിസ ഉള്ളതുകൊണ്ട് ട്രാക്ക് ജോബിൽ അപ്ലൈ ചെയ്തു. ഇപ്പൊ ഈ 14-ാം തീയതി ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ക്യാപിറ്റൽ ലാബ് ക്യൂൻ എലിസബത്ത് ഹോസ്പിറ്റൽ. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു പോസ്റ്റിനുള്ള ഇന്റർവ്യൂ ആയിരുന്നു. എന്തോ ദൈവഭാഗ്യം എനിക്ക് അത് പാസ്സാകാൻ പറ്റി. ഇപ്പൊ എനിക്ക് അവർ കണ്ടീഷൻ ഓഫർ ലെറ്റർ തന്നു. 25th സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ്. വെൽ ഡൺ പ്രസാദ്. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ അടുത്ത് പ്രസാദ് ഷെയർ ചെയ്തത്. ആക്ച്വലി ഈസ് എ പേഴ്സൺ ഹു ഗോട്ട് നമുക്കറിയാം ഒത്തിരി പേരാണ് ഇപ്പോൾ ഒരുപാട് ജോബ് സെർച്ച് ചെയ്യുന്നത്. അതിനകത്ത് നിന്ന് ഒരു പോസ്റ്റില് നമ്മുടെ കാൻഡിഡേറ്റ് ആയ ഒരാളാണ് കിട്ടിയിരിക്കുന്നത് കാത്ത് ലാബിലോട്ട് ക്യൂൻസ് എലിസബത്ത് ഹോസ്പിറ്റലിലേക്ക്, വിച്ച് ഈസ് എ റിയലി ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ് and thank you so much and really appreciable. By the way, I just forgot to introduce one couple of people who is just attending our seminar, Success Summit. First person is Constantina. Constantina is our global operational manager. Welcome, Constantina. I'm really sorry that I'm forget about that. Don't worry. And the next person is Reshma. Reshma is the person who is leading in the Cochin OSCE center. And welcome Reshma. And Reshma is also leading the big role here. 10 ദിവസത്തെ ട്രെയിനിങ്ങിലാണെങ്കിൽ രേഷ്മയാണ് ഇവിടെ ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിനേക്കാൾ ഉപരി കപ്പിൾ ഓഫ് ട്യൂട്ടേഴ്സും ഉണ്ട്. കപ്പിൾ ഓഫ് പീപ്പിൾ ഓൾറെഡി നമ്മുടെ ഇംഗ്ലണ്ടിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്തവർ തന്നെയാണ്. അപ്പൊ അവര് ഓസ്കി എക്സാം എഴുതി പാസ്സായവരാണ് നമുക്കിവിടെ പഠിപ്പിക്കാനുള്ളത്. നെക്സ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് അഞ്ജു. അഞ്ജു ഈസ് എ പാസ്റ്ററൽ സപ്പോർട്ട്. അഞ്ജു ആണ് എല്ലാ ആൾക്കാരെയും നോക്കുന്നത്, ഡീൽ ചെയ്യുന്നത്, അവരോട് സംസാരിക്കുന്നത്. സോ താങ്ക് യു അഞ്ജു ഫോർ യുവർ എഫോർട്ട്. സോ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കുറെ പേരുണ്ട് നമ്മുടെ ലിസ്റ്റിൽ ഇപ്പോൾ നമ്മുടെ ഓസ്കി സക്സസ് സമ്മിറ്റിൽ പങ്കെടുക്കുന്നതിൽ. അതിനകത്തിൽ ഞാൻ ഓരോരുത്തരെയായിട്ടാണ് വിളിക്കുന്നത്. ഫസ്റ്റ് നെക്സ്റ്റ് പേഴ്സൺ ഈസ് റെൻസി. റെൻസി എന്ന് പറയുന്ന ഒരാള് നമ്മുടെ അടുത്ത് വരുമ്പം ഷീ വാസ് എ നഴ്സ്, വർക്ക്ഡ് ഇൻ കുവൈറ്റ് ഫോർ മെനി ഇയേഴ്സ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ റെൻസി COS കിട്ടി. അങ്ങനെ പുള്ളിക്കാരി നാട്ടിൽ റിസൈൻ ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. COSും കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മളുടെ നമുക്ക് ഇങ്ങനെ ഒരു ഓസ്കി ട്രെയിനിങ് നമ്മുടെ നാട്ടില് 10 ദിവസത്തെ ട്രെയിനിങ് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ അടുത്തോട്ട് വന്ന് അറ്റൻഡ് ചെയ്യാൻ വന്നത്. സോ ആഫ്റ്റർ ദാറ്റ് നമ്മുടെ അടുത്ത് വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റെൻസി ഇംഗ്ലണ്ടിൽ വന്നു, എക്സാം എഴുതി പാസ്സായി. റെൻസി തിരിച്ച് നാട്ടിൽ വന്നിട്ടിരിക്കുകയാണ്. സോ റെൻസി അടുത്ത് നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു റെൻസി എന്തേ? ഞാൻ ആക്ച്വലി ഔട്ടിലാണ്. ഞാനൊരു ഫാമിലി ഞങ്ങൾ പുറത്ത് വന്നിരിക്കുകയാണ്. പക്ഷെ മാമിനോട് ഇന്നലെ വാക്ക് പറഞ്ഞതിന്റെ പേര് ഞാൻ ജോയിൻ ചെയ്യുക. ചിലപ്പോ ഇത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ടാവുമായിരിക്കും. ഞങ്ങള് വർക്കലയിൽ ഒരു സ്റ്റേക്ക് വന്നതാ. ഓക്കെ റെൻസി, നമ്മൾ ചോദിക്കാൻ വരുന്നത് റെൻസിക്ക് എങ്ങനെയായിരുന്നു? ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് റെൻസിയുടെ ഒരു സ്റ്റോറി ലിറ്റിൽ ബിറ്റ്, ബട്ട് സ്റ്റിൽ റെൻസിയുടെ വായിന്ന് കേൾക്കുന്നതാണ് നല്ലത്. ആക്ച്വലി എനിക്ക് 19 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തിയറിയുമായിട്ടൊക്കെ ഉള്ള കണക്ഷൻ ഒക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്തു പോകുന്നു. ഞാൻ ഭയങ്കര പേടിയോടാണ് വന്നത്. രേഷ്മ മാമിന് അറിയാം, ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു ഞാൻ. എനിക്ക് മാമിനോട് എന്നും കാണുമ്പോൾ ചോദിക്കും, മാം ഞാൻ പാസ്സാവുമെന്ന്. പക്ഷെ അവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോ വീട്ടിൽ വന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്തപ്പോ ഒരു കോൺഫിഡൻസ് ആയി. പിന്നെ എനിക്ക് UK വന്നു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് എടുക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും എന്നുള്ളത്. സ്പെഷ്യൽ താങ്ക്സ് ടു ഫേബ മാം, രേഷ്മ മാം, ഡോൺ മാം. ഇവരുടെ 3ന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കത് പറയാതിരിക്കാൻ പറ്റൂല. ഫേബ മാമിനും രേഷ്മ മാമിനും അറിയാം ഞാൻ എന്തോരം ടെൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന്. ഇവരൊന്നും ആ ഒരു എൻവെർട്ടിസിന് കിട്ടിയ ആ ഒരു ഇത് കൊണ്ട് തന്നെയാണ് എനിക്കത് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റൂല അത്. ഓക്കെ, താങ്ക് യു റെൻസി. താങ്ക് യു സോ മച്ച്. സോ റെൻസി നമ്മുടെ അടുത്ത് ഷെയർ ചെയ്ത് കുറച്ച് നേരെ ഷെയർ ചെയ്തുള്ള റെൻസി ആണെങ്കിൽ എൻജോയ് ചെയ്യാൻ ഔട്ടിങ്ങിൽ പോയേക്കാണ്. സോ നമുക്ക് അടുത്ത ആളുടെ അടുത്തോട്ട് പോകാം. 2 പേരുണ്ട് ഒരു സ്ക്രീനില്. സോ അവരുടെ പേരാണ് യുബിന ആൻഡ് ശ്രീനിവാസിനി. സോ ദേ ബോത്ത് ഗോട്ട് ദെയർ പിൻ നമ്പർ. അവരും ഇതുപോലെ തന്നെ ഞാനിവിടെ കഴിഞ്ഞ മാസം നമുക്കിവിടെ ഇനാഗ്രേഷൻ ചെയ്ത സമയത്ത്
കൊച്ചിയിൽ 10 ദിവസത്തെ ട്രെയിനിങ്ങിലെ ഫസ്റ്റ് കാൻഡിഡേറ്റ്സ് ആയിരുന്നു അവര് 10 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞു. അതുപോലെ തന്നെ വന്ന് ക്രാഷ് കോഴ്സും കഴിഞ്ഞു, എക്സാം അറ്റൻഡ് ചെയ്തു, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായവരാണ്. സോ നമുക്ക് അവരോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? ആൻഡ് ശ്രീനിവാസിനി, ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം ആസ്കിങ് യു. സോ ശ്രീനിവാസിനി എന്ന് പറയുന്ന ആള് കൊടൈക്കനാലിൽ നിന്നുള്ള ആളാണ്. സോ ഐ തിങ്ക് ദാറ്റ് വിത്ത് എബിന you got like you understand Malayalam, isn't it? So നിങ്ങളുടെ ഓരോരുത്തരായിട്ട് പറയാ. ഫസ്റ്റ് എബിന പറയാ, എങ്ങനെയുണ്ടായിരുന്നു ജേർണി, ഓസ്കി ജേർണി, ആൻഡ് ഹൗ യു ഫീൽ ആൻഡ് എവറിഥിങ് യു ക്യാൻ ഷെയർ. സത്യം പറഞ്ഞാൽ 2 വർഷമായിട്ട് OIT പുറകെ നടക്കുന്ന ആളാണ് ഞാൻ പഠിച്ചിറങ്ങി കുറച്ച് നാളെ വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ OIT ട്രെയിനറായിട്ട് കയറി. OIT പഠിച്ച് അയർലൻഡ് സ്കോർ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ OIT ട്രെയിനറായിട്ട് കയറി. പിന്നെ ഞാൻ OIT ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അയർലൻഡ് പോവാതെ UK വേണ്ടി ട്രൈ ചെയ്തു. അങ്ങനെ 2 വർഷത്തോളം പോയി എൻ്റെ ടൈം. അങ്ങനെയാണ് ഞാൻ NVTC വന്ന് ജോയിൻ ചെയ്യുന്നത്. പെട്ടെന്നാണ് ഫെബിൻ ചേട്ടൻ ഒരു ദിവസം വന്ന് പറയുന്നത്, ഓസ്കി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്, നിങ്ങളും പഠിച്ചോളാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഫെബിൻ ചേട്ടൻ ഒരാൾ കാരണം മാത്രമാണ് ഞങ്ങൾ 2 പേരും ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഹീസ് ദ മെയിൻ പില്ലർ എന്ന് തന്നെ പറയാം. ഞങ്ങൾ ഓസ്കി പഠിച്ചു. 10 ദിവസം കഴിഞ്ഞു. ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസ വന്നു. വിസയൊക്കെ ഏറ്റവും ലേറ്റ് ആയിട്ട് വന്നത് ഞങ്ങൾക്കാണ്. ഞങ്ങള് വന്നു, ഇവിടെ വന്ന് ട്രെയിൻ ചെയ്തു. അത് കഴിഞ്ഞ് എക്സാം എഴുതി. പക്ഷെ ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. മീൻസ് പഠിക്കാൻ പറ്റിയതും ആ ഒരു സപ്പോർട്ട് ഞങ്ങൾ വർക്കിങ്ങിന്റെ ഇടയിലും ഞങ്ങൾക്ക് സമയം തന്നു പഠിക്കാനായിട്ട്. ഇവിടെ ഞങ്ങൾ വന്നു. വിസയുടെ കാര്യങ്ങളിലാണെങ്കിലും എല്ലാം NVTCന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എല്ലാം നടന്നത്. ഇവിടെ വന്നു, ഞങ്ങൾ എക്സാം എഴുതി പോയി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞങ്ങൾ 2 പേരും പാസ്സായി. പഠിപ്പിച്ച സമയത്തുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാലും ഫേബ ചേച്ചിയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. എന്നാൽ പോലും രേഷ്മ ചേച്ചിയും നമ്മൾ കൊച്ചി ടീം ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വർക്കിങ്ങിന്റെ സമയത്തും നിങ്ങൾ വന്ന് പ്രാക്ടീസ് ചെയ്യും, നിങ്ങൾ വന്ന് പഠിച്ചോ എന്നൊക്കെ പറയാനായിട്ട് രേഷ്മ ചേച്ചിയും ഡോൺ മാം എല്ലാവരും, ബാറ്റി ചേച്ചി എല്ലാവരും, ആരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞങ്ങൾ പാസ്സായി. ഞങ്ങൾക്ക് എന്താ പറയണ്ടേ, വി ആർ റിയലി ഹാപ്പി. Now we are searching for the job. What about Srinivasini? ലൈഫിലെ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങൾ മൊത്തവും ഹാപ്പൻ ആയത് ഈ ലാസ്റ്റ് 6 monthsലാണ്. ബിക്കോസ് വി ഡിഡ്ന്റ് ഈവൻ എക്സ്പെക്ട് ലൈക്ക് ദിസ് ഒരു ഹാപ്പനിങ് നടക്കുന്നു. ബിക്കോസ് എല്ലാവരും അത്ര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടേഴ്സ് ആൻഡ് ഫെബിൻ ചേട്ടൻ ഇല്ലെങ്കിൽ ഇറ്റ്സ് വോണ്ട് ഹാപ്പൻ. ദാറ്റ്സ് റിയൽ. പറയുമ്പോൾ തന്നെ ഇറ്റ്സ് റിയലി എമോഷണൽ. ദ തിങ് ഈസ് ഇറ്റ്സ് എ ബിഗ് സപ്പോർട്ട് വി ഗോട്ട്. ഇത് നമ്മൾ പറയാനേ പറ്റില്ല, അത്ര സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു ഫോർ എവറിബഡി. Thank you, Ebina and Srinivasini. നിങ്ങളുടെ Ebina and Srinivasini was like they were teaching in NVTC Academy as a OET trainer. But still നമ്മൾ അവരെ കൺസിഡർ ചെയ്തു. അവരെ ഫസ്റ്റ് കാൻഡിഡേറ്റ്സ് ആയിരുന്നു നമ്മുടെ അടുത്ത്, ഓസ്കി കാൻഡിഡേറ്റ്സ്. അവര് UK വന്നു, ഓക്സ്ഫോർഡ് UK അക്കാഡമിയിലോട്ട് വന്ന് 2 days ട്രെയിനിങ് കഴിഞ്ഞ് അവർ അൾസ്റ്ററിൽ പോയി എക്സാം എഴുതി പാസ്സായി. അവര് ഇപ്പം സെർച്ച് ചെയ്യുവാനും ജോബിന് വേണ്ടി ഡെഫിനറ്റ്ലി ദേ വിൽ ഗെറ്റ് ദ ജോബ്, അല്ലേ? നിങ്ങൾക്ക് അതിന്റെ പ്രതീക്ഷ ഉണ്ടല്ലോ. യെസ്, സോ ഡെഫിനറ്റ്ലി യെസ്. സോ താങ്ക് യു സോ മച്ച്. സോ നെക്സ്റ്റ് പേഴ്സൺ ഐ എം ഗോയിങ് ടു ആസ്ക് അബൌട്ട് ദ ഹൂ ഈസ് ദെയർ? സോണിയ ബിനീഷ്. സോണിയ ബിനീഷ് എന്ന് പറയുന്ന ആള് നമ്മളുടെ വെൻസിയുടെ കൂടെ തന്നെ വന്ന ഒരാളാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു വന്നത്. ആക്ച്വലി ഇവർ രണ്ടുപേരും നമുക്ക് അതിന്റെ ഇടയ്ക്ക് എനിക്ക് പറയാനുള്ളത്, എനിക്ക് നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ളതെന്ന് പറയുന്നത്, എങ്ങനെയായിരുന്നു അവിടുന്ന് വന്ന് നിങ്ങളുടെ അക്കോമഡേഷൻ എല്ലാം, അതൊക്കെ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ സോണിയ ബിനീഷ്, ഐ തിങ്ക് ഷീ വർക്ക് ഇൻ നോർത്ത് ഇന്ത്യ more years and stayed over there. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്നിട്ട് COS കിട്ടിയപ്പം റൺസിനെ പോലെ തന്നെ എല്ലാം കളഞ്ഞിട്ട് നാട്ടിൽ വന്നു. UK പോകാൻ തയ്യാറായിട്ട് തരുന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പക്ഷേ നമ്മുടെ NVTC അക്കാഡമി ഫേസ് ടു ഫേസ് ട്രെയിനിങ് 10 days ട്രെയിനിങ് തുടങ്ങിയത് അവർക്കൊരു വലിയ ഒരു ആശ്വാസമായിരുന്നെന്ന് തന്നെ പറയാം. കാരണം ഇങ്ങനൊരു ട്രെയിനിങ് ഇല്ലായിരുന്നെങ്കിൽ they will
might be they will not meet what they want. So ഇങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രോഗ്രാം തുടങ്ങിയപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അവർക്ക് വന്ന് പങ്കെടുക്കാനും അതുപോലെ തന്നെ അവർക്ക് UK വന്ന് എക്സാമിന് പങ്കെടുക്കാനും ഇപ്പോൾ അവർക്ക് പിൻ നമ്പറും കിട്ടി. സോ സോണിയ, എങ്ങനെയുണ്ടായിരുന്നു ജേർണി വിത്ത് us, നമ്മുടെ ഫാമിലിയുമായിട്ടുള്ള ജേർണി? ഓക്കെ, ആൻഡ് ഇവിടെ 10 days ട്രെയിനിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ എയർപോർട്ടിൽ വന്നപ്പോൾ എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? വളരെ ഈസി ആയിട്ട് അക്കോമഡേഷനിൽ എത്താൻ പറ്റിയോ? അക്കോമഡേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് പറയാമോ? ആക്ച്വലി ഫെബിൻ സാറിന്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഓസ്കിയുടെ കാര്യം, എനിക്ക് അതിനു മുമ്പെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഈ ഓസ്കിയുടെ ഓരോ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ദൈവമേ ഇത് പാസ്സാവോ, എനിക്ക് പാസ്സാകാൻ പറ്റുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ 10 ദിവസത്തെ ആ കോഴ്സ് അറ്റൻഡ് ചെയ്തപ്പോഴേക്കും സുനിത മാമും നമ്മുടെ രശ്മ മാം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു. അവരെല്ലാ കാര്യങ്ങളും നമ്മുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പിടികിട്ടി. പിന്നെ എന്നോട് പറഞ്ഞു ഇച്ചിരി സ്പീഡ് കുറയ്ക്കണം, സ്പീഡ് ഇച്ചിരി കൂടുതലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കറിയാൻ ഞാൻ പാസ്സാവുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ 10 days കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ. പിന്നെ പോയി കുറെ നാൾ ഞാൻ പിന്നെ വീട്ടിലിരുത്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞ സമയത്താണ് പിന്നെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ എയർപോർട്ട് തൊട്ട് ഇവിടെ നമ്മുടെ അക്കോമഡേഷൻ വരെ എത്ര സപ്പോർട്ടീവ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ അത്രയും നമുക്ക് എന്തോ പറയാൻ പറ്റാത്ത ആ ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു. കാരണം അവിടെ നമുക്ക് ഫുഡ് വരെ നമുക്ക് വൈകിട്ടത്തേക്കുള്ള എല്ലാം ചെയ്ത് അറേഞ്ച് ചെയ്ത് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് അക്കോമഡേഷന്റെ കൂടെ ഗബീന ശ്രീയെ കിട്ടിയത് അവളുമാരാണ് അതിനേക്കാളും. അപ്പൊ ഭയങ്കരമായ ഒരു സപ്പോർട്ട്. പിന്നെ അവിടെ നമുക്ക് ട്രെയിനിങ്ങിന്റെ ടൈമിൽ ഫെബമാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊരു ഡൗട്ട് ഉണ്ട് ക്ലിയർ ചെയ്ത് തന്നു. പിന്നെ മോക്ക് ടെസ്റ്റ് അത് ഭയങ്കര സപ്പോർട്ടീവായി. എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കോൺഫിഡൻസ് ആയി ഞാൻ ജയിക്കുന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ഡൗട്ട് ഉണ്ട്, നമുക്ക് ദൈവം ഒരു ഇതുമില്ല, ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ. പക്ഷെ വലിയ കുഴപ്പമൊന്നും കൂടാതെ എക്സാം പാസ്സായി. ഇപ്പൊ ഞാനിങ്ങനെ ട്രാക്ക് ജോബ് വഴിയൊക്കെ കുറെ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ 2-3 ഇങ്ങനെ ചിലതൊക്കെ COS ഇല്ലാന്ന് പറഞ്ഞ് റിജക്ഷൻ അടിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ നിൽക്കുക കുറെ ആപ്ലിക്കേഷൻ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. പക്ഷെ ഇന്റർവ്യൂ ഒന്നും അങ്ങനെ ശരിയാവുന്നില്ല. അതുകൊണ്ടുള്ള ഒരു ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോണിയ. അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളത്, സോണിയ ആണെന്ന് തോന്നുന്നു 10 ദിവസത്തെ ട്രെയിനിങ്ങിന്റെ ഇടയിൽ പ്രഷറൊക്കെ കൂടി ഹോസ്പിറ്റലൊക്കെ ആയ ഒരാളാണ് സോണിയ. സത്യമായും എനിക്ക് അത്രയും ടെൻഷൻ ആയിരുന്നു. കാരണം ആ ടൈമിൽ എനിക്ക് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഓരോ പ്രൊസീജിയർ വൈസ് തരുമ്പോൾ ഇതിനകത്ത് ഒരു സ്റ്റെപ്പ് തെറ്റിപ്പോയാൽ എന്താവും എന്നുള്ളൊരു ടെൻഷൻ ആയിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് ആ ഒരു കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഈ ഒരു 10 ദിവസത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ അത്രയും നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. നമുക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒരിച്ചിരി ടെൻഷൻ അടിച്ചാലും എനിക്ക് കാര്യങ്ങൾ, എനിക്ക് സുനിതാ മാമും രശ്മ മാമിനെ ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവരെല്ലാം ഞാൻ എങ്ങനെ എത്തിപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. അത്രയും ഇതായിട്ട് എല്ലാരും ഓർക്കുന്നു. ഫെബമാണെങ്കിൽ ഇവിടെ വന്നപ്പോ എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുമ്പോ ഇവിടെ വന്നു കഴിഞ്ഞും കുറെ കാര്യങ്ങൾ പിടികിട്ടി. ഫെബമാം പറഞ്ഞു തന്ന് അങ്ങനെ നിങ്ങൾ 3 പേരും അത്രയും സപ്പോർട്ടീവ് ആയിട്ട് തന്നെ. അപ്പൊ ഇത്രയും പ്രഷർ കൂടിയ ഒരാള് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി, ഇപ്പൊ പിൻ നമ്പറും കിട്ടി, ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. താങ്ക് യു സോണിയ ഫോർ യുവർ എക്സ്പീരിയൻസ് വിത്ത് ഷെയർ എക്സ്പീരിയൻസ്. സോ ദീപ എന്ന് പറയുന്ന ഒരാള് നമ്മളുടെ സെയിം തന്നെ ഈ വന്ന കാൻഡിഡേറ്റ്സ് എല്ലാം 10 ദിവസത്തെ ട്രെയിനിങ് നമ്മുടെ കൊച്ചിൻ എൻവെർട്ടിസ് അക്കാഡമിയിൽ ചെയ്തവരാണ്. അപ്പം ദീപയെടുത്ത് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ദീപ ഈ എൻവെർട്ടിസ് അക്കാഡമിയിൽ ഇവിടെ 10 days ട്രെയിനിങ് ഉണ്ടെന്ന് കണ്ടത്? അതുപോലെ തന്നെ എവിടെയായിരുന്നു ദീപ വർക്ക് ചെയ്തത്? എങ്ങനെയായിരുന്നു നമ്മുടെ കൂടെയുള്ള ജേർണി? അതുപോലെ തന്നെ നമ്മള് ഇംഗ്ലണ്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു ദീപയുടെ ദീപ എന്തെങ്കിലും കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ? ട്രാൻസ്പോർട്ടേഷനിലോ അതുപോലെ തന്നെ അക്കോമഡേഷനിലോ ഫുഡിന്റെ കാര്യത്തിലോ എന്തെങ്കിലും കാര്യത്തിലൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ? അതോ എങ്ങനെയായിരുന്നു നമ്മുടെ സർവീസ് അവരുമായിട്ടുള്ളത്? അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് സെഷൻ, പിൻ നമ്പർ കിട്ടുന്നത് വരെയുള്ള ജേർണി എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കാം. ദീപ പറഞ്ഞാട്ടെ. ഓക്കെ, ഞാനാണെങ്കിൽ ഇതുപോലെ OET കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. 1 വർഷത്തോളം വെയിറ്റ് ചെയ്തു, ഇന്റർവ്യൂസ് ഒന്നും വരുന്നില്ല. അപ്പോഴാണ് ഇതുപോലെ ഫെബിൻ സാറിന്റെ ഒരു വീഡിയോ കണ്ടത്. ഓസ്കി ട്രെയിനിങ് വിത്ത് ഫുൾ ലാബ് സെറ്റപ്പില് കൊച്ചിയില് ലാബോട് കൂടിയുള്ള ഓസ്കി ട്രെയിനിങ് ഉണ്ടെന്ന്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വേറെ ചില ആളുകളുടെ അഡ്വർടൈസ്മെന്റ് കണ്ടിരുന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞ എൻവെർട്ടിസ് അക്കാദമി അല്ലേ, ഒരു കുഴപ്പമില്ല, നിനക്ക് ട്രസ്റ്റ് ചെയ്യാം, അവര് നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസിയാണ്, യു ക്യാൻ ഗോ കണ്ടിന്യൂ വിത്ത് ദം.
നോ പ്രോബ്ലം. എൻ്റെ സിസ്റ്ററും UK യിലായിരുന്നു. അപ്പം ഈ എൻവൈറ്റീസ് അക്കാഡമി വഴി തന്നെയാണ് വന്നത്. അപ്പോൾ അവളും പറഞ്ഞു എൻവൈറ്റീസ് ആയതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാനില്ല, നമുക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസിയാണെന്ന്. അങ്ങനെ ഞാൻ കൊച്ചിയിൽ വന്നു 10 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ആദ്യമൊക്കെ വളരെ പേടിയായിരുന്നു, ഇത് എങ്ങനെ ക്രാക്ക് ചെയ്യും, കാരണം നമ്മൾ നാട്ടിൽ വന്നിട്ട് പിന്നെ അവിടുത്തെ സെറ്റപ്പ് ഒക്കെ എങ്ങനെ, UK യിലെ സെറ്റപ്പ് എങ്ങനെയാ, അതൊന്നും നമുക്ക് അറിയില്ല. എനിവേ ഞങ്ങൾക്ക് അവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അവിടെയുള്ള പ്രത്യേകിച്ച് ട്യൂട്ടേഴ്സ് രേഷ്മ മാം, സുനിത മാം, ഡോൺ മാം, എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അവര്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവർ എന്ത് വേണമെങ്കിലും എന്ത് സംശയം ചോദിച്ചാൽ എപ്പോൾ വേണമെങ്കിലും അവർ പറഞ്ഞു തരും. അതുപോലെ നമുക്ക് ശരിക്കും 6 വരെയാണ് ക്ലാസ്, പക്ഷെ ഒരു 7 വരെയും നമ്മളോട് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോ, നിങ്ങൾ ചെയ്ത് പഠിച്ചോ, എന്ത് ഡൗട്ട് ചോദിച്ചാലും ഒരു എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവർ അപ്രോച്ചബിൾ ആയിരുന്നു. അവർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വിസയുടെ കാര്യത്തിനാണെങ്കിലും എല്ലാ കാര്യത്തിലും എൻവൈറ്റീസിലെ 1 റൂഫിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും എന്നുള്ളതാണ്. കാരണം നമ്മൾ വേറെ ഒന്നും അന്വേഷിക്കില്ല, ജസ്റ്റ് എൻവൈറ്റീസ് ചെന്ന് ജോയിൻ ചെയ്തു. പിന്നെ വിസയുടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിസയുടെ ആൾക്കാർ വരുന്നു. പിന്നെ NMCയുടെ ആപ്ലിക്കേഷന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ NMC ആപ്ലിക്കേഷൻ അവർ വന്ന് നമ്മുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നു. അതും ഓരോരുത്തർക്കും പല പല ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്നാലും അവർക്ക് യാതൊരു മടിയില്ല. 1 പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, പിന്നെ അവർ ഒരു മടിയില്ലാതെ എല്ലാ കാര്യങ്ങളും നമുക്ക്. അതുപോലെ അഞ്ചു അന്ന് ഭയങ്കരമായിട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ആളുകൾ എല്ലാവരും തന്നെ, അവരെല്ലാവരും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വിസയുടെ കാര്യത്തിനാണെങ്കിൽ എനിക്ക് വിത്തിൻ 10 ഡേയ്സിനുള്ളിൽ തന്നെ വിസ വന്നു. അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അവർ കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്. അവർ പറയുന്നത് അതുപോലെ തന്നെ ചെയ്താൽ നമുക്ക് അതിലൊന്നും യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല. പിന്നെ വിസ വന്നു. അതിനുശേഷം ടിക്കറ്റിന്റെ കാര്യത്തിലാണെങ്കിലും അപ്പൊ തന്നെ വിസ വരുന്നു, അപ്പോഴേ ടിക്കറ്റിന്റെ ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നു, അപ്പൊ തന്നെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. എല്ലാം വളരെ ഈസി ആയിരുന്നു. ഒന്നിനും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവരെല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ കറക്റ്റ് സമയത്ത് ഇവിടെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണെങ്കിലും ടാക്സി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് നമ്മളെ അതുപോലെ സപ്പോർട്ട് ചെയ്യും. ഫുഡ് വരെ ഞങ്ങൾക്ക് വാങ്ങി തന്നു. ഇവിടെ നമ്മളെ സേഫ് ആയിട്ട് എത്തിച്ചു. നമുക്ക് ഓരോ കാര്യങ്ങളും അവർ പറഞ്ഞു തന്നു, ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് ഇതിലെ പോയാൽ മതി. എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവരോട് ചോദിക്കാം, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അതുപോലെ തന്നെ അക്കാഡമി ചെല്ലുമ്പോഴാണെങ്കിലും UK വന്നിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ അവിടുത്തെ ട്യൂട്ടേഴ്സ് ആണെങ്കിലും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു, പ്രത്യേകിച്ച് ഫെബ മാം. എന്ത് സംശയം ചോദിച്ചാൽ അത് ഒരു പ്രാവശ്യം പറഞ്ഞു, അത് നമുക്ക് മനസ്സിലായാലും വീണ്ടും വീണ്ടും പറഞ്ഞു തരാമെന്ന് യാതൊരു മടിയില്ലായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞു OSCEയുടെ എക്സാം സെന്ററിലേക്ക് പോകാനായിട്ട്. അതുപോലെ നമ്മളെ സ്നേഹ എന്ത് ഡൗട്ട് ചോദിച്ചാലും സ്നേഹം ഒരു മടിയില്ല. ഈവൻ ഒരു ചെറിയ ഡൗട്ട് ആണെങ്കിലും അപ്പൊ തന്നെ നമുക്ക് അതിനുള്ള മറുപടി എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് അവിടെ അക്കോമഡേഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എപ്പോഴും അവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എനി പ്രോബ്ലം ഉണ്ടെങ്കിൽ യു ക്യാൻ ഡിസ്കസ് വിത്ത് അസ്. നമ്മളവിടെ ചെന്നപ്പോഴാണെങ്കിലും അക്കാഡമി ചെന്നപ്പോഴാണെങ്കിലും മേഡം ചോദിച്ചു, നിങ്ങൾക്ക് അവിടെ അക്കോമഡേഷൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെല്ലാം അവർ സോൾവ് ചെയ്ത് തരും. അതാണ് അവരുടെ ആ ഒരു കെയറിങ് ആറ്റിറ്റ്യൂഡ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എക്സാമിന് ചെന്നപ്പോഴാണെങ്കിലും നമുക്കങ്ങനെ മോക്ക് ടെസ്റ്റ് വളരെ എഫക്റ്റീവ് ആയിരുന്നു. കാരണം നമുക്കൊരു പേടിയൊക്കെ മാറി കിട്ടും. പെട്ടെന്ന് നമുക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് എക്സാമിന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ നമ്മളൊന്ന് ചെന്ന് കഴിഞ്ഞിട്ട് UK വന്നിട്ടാണെങ്കിലും കുറെ ട്രിക്സ് ഒക്കെ നമുക്ക് അവർ പറഞ്ഞു തന്നു. അപ്പൊ നമുക്കത് പെട്ടെന്ന് ലേൺ ചെയ്യാൻ പറ്റി. എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് തോന്നി. ഐ റിയലി താങ്ക്സ് ടു എൻവൈറ്റീസ് അക്കാഡമി, ദ ഹോൾ ടീം റിയലി സപ്പോർട്ടീവ് ആണ്, ഡെഡിക്കേറ്റഡ് ആണ്. ഇനി ആരെങ്കിലും എന്റെ അഭിപ്രായത്തിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഐ സജസ്റ്റ് എൻവൈറ്റീസ്, റിയലി ഗുഡ്. താങ്ക് യു ദീപ, താങ്ക് യു. എനിക്ക് ദീപനെ ഫീൽ ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്നറിയാമോ, ദീപ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ഇമോഷണലായി. കാരണം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരു വഴി ഇങ്ങനെ അടഞ്ഞു നിൽക്കുമ്പം നമുക്ക് ഇതുപോലത്തെ ഓരോ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ആ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കുമ്പോഴും നമ്മൾ അത്രമാത്രം സപ്പോർട്ടീവ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. സോ ഇറ്റ് വാസ് സ്മൂത്ത് എന്ന് പറയാം ഈ ജേർണി ആക്ച്വലി ഫോർ ദം. അതിനകത്തിലൊരു ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ മുമ്പിൽ വന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പം ഇറ്റ് ഈസ് ഗുഡ് ആൻഡ് വി ആർ റിയലി പ്രൗഡ് അബൌട്ട് ദാറ്റ്. ആൻഡ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ അടുത്ത് പറഞ്ഞതിൽ. താങ്ക് യു ദീപ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ ക്യാൻ സീ ദ ചിഞ്ചു ഡൊമിനിക്കും ഇതേപോലെ തന്നെ നമ്മളുടെ ഇടയിൽ വരുന്ന എല്ലാ കാൻഡിഡേറ്റ്സും OET മോസ്കിയും ഒക്കെ പാസ്സായി കഴിഞ്ഞിട്ട് നമ്മുടെ
ഇന്റർവ്യൂ പാസ്സായി, അല്ലെങ്കിൽ COS കിട്ടിയവരായിരിക്കാം, അല്ലെങ്കിൽ ഇന്റർവ്യൂ പാസ്സായിട്ട് വെയിറ്റ് ചെയ്ത് നമുക്കിപ്പോൾ കിട്ടും, നമുക്ക് ജോലി കിട്ടും, നമുക്ക് പോവാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. അപ്പം എല്ലാം ക്ലോസ് ആയി കഴിഞ്ഞപ്പോഴത്തേന് അവരുടെ എന്താ പറയുന്ന ഒരു ഡ്രീമാണ്. കാരണം നമുക്ക് യൂറോപ്പ് അല്ലെങ്കിൽ അതേപോലെ വെളിയിലുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്ന എല്ലാ നഴ്സുമാരുടെയും ഒരു ഡ്രീമാണല്ലേ. അപ്പൊ അങ്ങനെ ഒരു കൺട്രിയിലോട്ട് പോയി നമുക്ക് ജോലി ചെയ്യണം എന്നുള്ള ഒരു ഡ്രീം പെട്ടെന്ന് സ്റ്റോപ്പ് ആകുമ്പോൾ ഉള്ളൊരു വിഷമം. അപ്പോഴാണ് നമുക്കൊരു നേരിയ എന്താ പറയുന്ന ഒരു വെളിച്ചം പോലെ നമുക്ക് എൻവെർട്ടീസ് അക്കാഡമിയിലേക്കോ ഡൂയിങ് ഓസ്കി ട്രെയിനിങ് എന്ന് കേട്ടപ്പം ദാറ്റ് ഈസ് ഗുഡ് തിങ്. നമ്മുടെ നാട്ടിൽ തന്നെ 10 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടെന്ന് കണ്ടപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്തു. അവർ നമ്മുടെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റോറീസ്. അപ്പൊ ചിഞ്ചു ഡൊമിനിക്കിന് നമ്മളോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. എന്റെയും OIT കഴിഞ്ഞ് ഞാൻ അറൌണ്ട് 1 ഇയർ വർക്ക് ചെയ്തു. ഇങ്ങനെ 1 ഇയർ ആയിട്ട് നോക്കുന്നുണ്ടായിരുന്നു ജോബിന് വേണ്ടി, ഇന്റർവ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്തു. എന്നിട്ടൊന്നും കിട്ടാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ എൻവെർട്ടീസിന്റെ ആഡ് കാണുന്നത്. ഇങ്ങനെ ഓസ്കി ട്രെയിനിങ് ഉണ്ട് കൊച്ചി വെച്ച്, അത് ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ലാബാന്നൊക്കെ കാണുന്നത്. അപ്പൊ ഞാൻ ഓർത്തു, ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ വിളിച്ചന്വേഷിച്ചു ഫസ്റ്റ്. പിന്നെ എൻവെർട്ടീസ് ആയതുകൊണ്ട് നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു, ബിക്കോസ് എന്റെ സിസ്റ്റർ ഇവിടെ വന്ന എൻവെർട്ടീസ് വഴിയാണ്. അപ്പം ഒരുപാട് പേരെ കൊണ്ടുപോകുന്നൊക്കെ, അപ്പൊ ഒരു ട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ എൻവെർട്ടീസ് വഴി വന്നത്. ഇവിടെ വന്ന ആ 10 days കോഴ്സിനിടയ്ക്ക് ഇനീഷ്യലി ഭയങ്കര പാടായിരുന്നു. എനിക്ക് പേടിയായിരുന്നു, എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് ഇത്രയും ദിവസത്തിനുള്ളിൽ ഇത് ഇത്രയും പഠിച്ചെടുക്കുന്നത്, ഇവൻ ഒരു സ്റ്റെപ്പ് മറന്നാൽ പോലും നമ്മൾ ഫെയിൽ ആവാലോ. അപ്പൊ നമുക്ക് അങ്ങനെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഓക്കെ. പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 2 months ഉണ്ടായിരുന്നു. നമ്മൾ അപ്പൊ ആ സമയത്ത് പ്രാക്ടീസ് ചെയ്തു. പിന്നെ ആ സമയത്ത് തന്നെ വിസ റൂട്ട്സുകാർ തന്നെ നമ്മുടെ വിസയും എല്ലാം തന്നെ പെട്ടെന്ന് ചെയ്തു തന്നു. ആ 10 days ഇടയ്ക്ക് നമുക്ക് അവിടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആരോടും ഉള്ളു ചോദിക്കാം, അവരെല്ലാം എപ്പോഴും ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ ദീപചേച്ചി പറഞ്ഞ പോലെ ഇവൻ 6 മണി വരെ ആയിരുന്നു നമുക്ക് ടൈം ഉണ്ടായിരുന്നത് ക്ലാസ്. അത് കഴിഞ്ഞപ്പോഴും വേണേ 7 മണി വരെ നിന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു. ചെയ്യാത്ത ദിവസം ചോദിക്കുക, നിങ്ങൾ എന്താ പ്രാക്ടീസ് ചെയ്യാത്തത്, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ മേലെ, നിങ്ങൾക്ക് ടൈം കിട്ടുന്നതല്ലേ, ചെയ്തോ എന്നും പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. അവിടെ നല്ല സപ്പോർട്ട് തന്നു നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിസയും എല്ലാം തന്നെ ഇവർ തന്നെയാണ് ചെയ്ത് തന്നത്. എന്നിട്ട് ഇവിടെ വന്നപ്പോഴും 2 days കിട്ടി. ആ 2 daysനുള്ളിൽ നമുക്ക് ഒരുപാട് ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ബട്ട് എങ്കിലും നമുക്ക് എല്ലാ പ്രൊസീജിയറും ഒന്ന് ചെയ്തു പോകാൻ പറ്റി. അവിടെ എല്ലാ മാഡംസും, നമ്മൾ ഫേവർ മാഡം മാത്രമല്ല എല്ലാവരും നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ മോക്ക് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു അത്യാവശ്യം ഒരു കോൺഫിഡൻസ് കിട്ടി നമുക്ക് മോക്ക് കഴിഞ്ഞപ്പോൾ. ഓക്കെ വി ക്യാൻ, അങ്ങനെയായിരുന്നു. പിന്നെ അവിടെ അൾസ്റ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും ആ എക്സാമിന് ഇവിടെ എൻവെർട്ടീസിലെ ബാച്ചിലെ പിള്ളേർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അത് അപ്പം തന്നെ നമുക്കൊരു ഇച്ചിരി കോൺഫിഡൻസ് കിട്ടും, എല്ലാം അറിയാവുന്നവർ തന്നെ. അവിടെ ചെന്നു എനിക്ക് എൻ്റെ ഒരു എൻ്റെ പ്രൊസീജിയർ ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ അലർജി ചെക്ക് ചെയ്യാൻ മറന്നുപോയിരുന്നു. പക്ഷെ എന്റെ അസസർ എന്നോട് ചോദിച്ചു, നീ എന്തെങ്കിലും മറന്നോ എന്ന് ചോദിച്ചു, എന്തെങ്കിലും ചെയ്യണമായിരുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ അലർജി ചെക്ക് ചെയ്തില്ലെന്ന് പറഞ്ഞ്, ഞാൻ അങ്ങനെ അലർജി ചെക്ക് പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യണമായിരുന്നു, ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ്. അങ്ങനെയായിരുന്നു എനിക്ക്. അപ്പൊ എനിക്ക് മെയിൽ വന്നപ്പോൾ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു, വൈവ ചെയ്താണ് എന്റെ എയിമിന്റെ പാസ്സാക്കി, ഞാൻ മറന്നു പോയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എങ്കിലും അവരെന്നെ അത്യാവശ്യം അവിടുത്തെ അസസറും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അവർ ചോദിച്ചില്ലായിരുന്നു ഞാനും ഫെയിൽ ആയേനെ, കാരണം അലർജി ചെക്ക് ഞാൻ മറന്നു പോയതായിരുന്നു അവിടെ. പിന്നെ ഞാൻ ശരിക്കും പേടിച്ചിരുന്നു, ഞാൻ എന്തായാലും സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരുമെന്നാ ഓർത്ത, കാരണം അലർജി ചെക്ക് ഒക്കെ മറന്നത് കൊണ്ട്. പക്ഷെ ഗോഡ്സ് ഗ്രേസ് എനിക്ക് പാസ്സാവാൻ പറ്റി. എനിവേ താങ്ക്ഫുൾ ടു എൻവെർട്ടീസും എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അത്ര തന്നെ. പിന്നെ ഇപ്പം ഞാൻ ജോലിക്ക് വേണ്ടി നോക്കുന്നു, പിന്നെ അവര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിവേ താങ്ക് യു സോ മച്ച് എവരിവൺ. താങ്ക് യു ചിഞ്ചു. ചിഞ്ചു റീസെൻ്റ്ലി ആണ് നമ്മുടെ അടുത്ത് എൻവെർട്ടീസ് അക്കാഡമിയിൽ 10 days ട്രെയിനിങ് അല്ല, അവിടെ UK വന്ന് 2 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് എക്സാം എഴുതി. അതിനകത്ത് ഫസ്റ്റ് പാസ്ഡ് ആയ ഒരാളാണ് ചിഞ്ചു. കൺഗ്രാറ്റുലേഷൻസ് ചിഞ്ചു, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ടു ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് us. ആൻഡ് നെക്സ്റ്റ് പേഴ്സൺ ഈസ് അഷിത മാത്യു. അഷിത മാത്യുവിന് നമ്മളോട് എന്താ സംസാരിക്കാം ഉള്ളതെന്ന് നമുക്ക് നോക്കാം. സോ അഷിത മാത്യു. എനിക്ക് റീസെന്റ് എക്സാം എഴുതി വന്നപ്പോഴേക്കും പനി പിടിച്ചു. സോ അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബട്ട് എന്നാലും ഐ ഷെയർ മൈ സ്റ്റോറി. അപ്പം എനിക്ക് ഓൾമോസ്റ്റ് OIT ഞാൻ പാസ്സായത് 2023 സെപ്റ്റംബറിലാണ്. ഞാൻ പാസ്സായതിനു ശേഷം എൻ്റെ കസിൻസ് ഫ്രണ്ട്സ് എല്ലാവരും പാസ്സായി അപ്പൊ തന്നെ പോകുന്നുണ്ട്. അപ്പം എല്ലാവരും ഒരു ജേർണി ആയിരുന്നു എന്ന് വെച്ചാൽ ഒരു ട്രെൻഡ് ആയിരുന്നു. നഴ്സിംഗ് പാസ്സാകുക, നേരെ OITക്ക് പോവുക, അപ്പൊ തന്നെ OIT കിട്ടുക, അപ്പൊ തന്നെ റിക്രൂട്ട്മെന്റ് വരിക, പോവുക എന്നുള്ളൊരു ട്രെൻഡ് ആയിരുന്നു. സോ ഞാനും ആ ട്രെൻഡിന്റെ പുറകെ തന്നെ പോയി. ഞാന് അപ്പൊ തന്നെ എക്സാം പാസ്സായി OITക്ക് പോയി.
OET ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടി. പിന്നെ ലൈക്ക് ജോബ് സെർച്ചിങ് ലൈക്ക് ഇങ്ങനെ ഓരോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ പറഞ്ഞ 6 months എക്സ്പീരിയൻസ് വേണം. അപ്പോൾ 6 monthsന് വേണ്ടി കയറി 6 months ആയപ്പോഴത്തേക്കും അവർ പറഞ്ഞു 1 year എക്സ്പീരിയൻസ് വേണം. അത് കഴിഞ്ഞ് 1 year ആയപ്പോഴത്തേക്കും അവർ പറഞ്ഞു മൊത്തത്തിൽ ഇതെല്ലാം സ്റ്റോപ്പ് ആയി എന്ന് പറഞ്ഞു. സോ ലൈക്ക് എന്താ പറയാ, ഫുള്ളി ഡൗൺ ആയിരുന്നു. അപ്പം ഓൾമോസ്റ്റ് പിന്നെ ഞാൻ ജോലിക്ക് കയറി. അപ്പൊ തന്നെ ഞാൻ ജോലി കയറി ഓൾമോസ്റ്റ് 1.5 years ജോലി ചെയ്തു. അപ്പം ഓൾമോസ്റ്റ് 2025 സെപ്റ്റംബർ ആകുമ്പോൾ എൻ്റെ OET എക്സ്പയർ ആകും. അപ്പൊ അതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ എൻ്റെ അമ്മ എന്നെ ഫോഴ്സ് ചെയ്തു ഓസ്കി എഴുതാം, കാരണം ഇനി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ലൈക്ക് OETയുടെ എക്സ്പയറി ആയി പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് കാരണം തന്നെ പിന്നെ ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് കണ്ടു, എൻവെർട്ടീസിന്റെ OET ലൈക്ക് ഓസ്കി ട്രെയിനിങ്ങിനെ പറ്റി കേട്ടു. അപ്പൊ പിന്നെ ഞങ്ങള് അമ്മയും പറഞ്ഞു നല്ലതാണ്. പിന്നെ എൻ്റെ ആന്റിയുടെ മോളും പോയത് എൻവെർട്ടീസ് അക്കാഡമിയിൽ തന്നെയാണ്. അപ്പൊ പറഞ്ഞു ലൈക്ക് ഇന്റർനാഷണലി നമുക്ക് ട്രസ്റ്റ്ഫുൾ ചെയ്യാൻ പറ്റുന്ന റിക്രൂട്ടേഴ്സ് ആണ്, ഏതായാലും അതിന് പോയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ആന്റിയെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ഡിസംബർ ഒരു ബാച്ച് ഉണ്ടായിരുന്നു, ഡിസംബർ ബാച്ചിൽ ഞാൻ വരികയായിരുന്നു. വന്നപ്പോ തന്നെ ലൈക്ക് ഭയങ്കര പേടിയായിരുന്നു. ലൈക്ക് നമ്മുടെ ഒരു രീതിയല്ല UK രീതി. അപ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ, എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ, ടെൻഷൻ ഉണ്ടായിരുന്നു, സ്ട്രെസ് ഉണ്ടായിരുന്നു. പിന്നെ ലൈക്ക് ആ ടെൻഷനും സ്ട്രെസ്സും വെച്ചുകൊണ്ട് തന്നെ ചെയ്തു. അപ്പം മിസ് പറഞ്ഞു തന്നു ഇങ്ങനെ തെറ്റുണ്ട്, അപ്പം ലൈക്ക് കറക്റ്റ് ചെയ്യാനുള്ള നമുക്ക് അവസരങ്ങളൊക്കെ തന്നു. എല്ലാ ടീച്ചേഴ്സും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു, എസ്പെഷ്യലി രേഷ്മ മാം, ഡോൺ മാം, BT മാം, പിന്നെ സുനിത മാം, ലൈക്ക് എല്ലാവരും ഒത്തിരി നമ്മളെ ഹെൽപ്പും ചെയ്തു, പ്രഷറൈസ് ചെയ്തു. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, യു ഹാവ് കോൺഫിഡൻസ് ഇൻ യു ആർ എ നേഴ്സ്, അപ്പം നിങ്ങളൊരു ക്ലിനിക്കൽ നേഴ്സ് ആണ്, നിങ്ങൾക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഏതായാലും ഇത് ചെയ്യാൻ പറ്റുമെന്ന് അവർ തന്നെ നമുക്ക് ഇങ്ങനെ കോൺഫിഡൻസ് തന്നുകൊണ്ടിരുന്നു. അപ്പം ലൈക്ക് ഞങ്ങൾക്കും ഒരു ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ 6 o'clock കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ മാം എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു. ഞങ്ങളെല്ലാം ചെയ്തു. ലൈക്ക് ആ 10 days ഓഫ് ട്രെയിനിങ് എല്ലാം കൂടി ഞങ്ങൾക്ക് നല്ലായിരുന്നു. ഫുഡ് വാസ് സൂപ്പർ. ഞാൻ ഫുഡിന്റെ കാര്യം ഞാൻ എക്സ്പെഷ്യലി ഞാൻ പറയും, ബിക്കോസ് ഐ എം എ ഫുഡി. ലൈക്ക് ഫുഡ് നല്ലായിരുന്നു, അക്കോമഡേഷൻ നല്ലായിരുന്നു, എവറിഥിങ് വാസ് സോ ഫാന്റാസ്റ്റിക്. ഞങ്ങൾക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ 10 days ട്രെയിനിങ് ഞങ്ങൾ എൻജോയും ചെയ്തു, പ്ലസ് പഠിക്കുകയും ചെയ്തു. അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് 10 days. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് എല്ലാവരും വീട്ടിലേക്കൊക്കെ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് അങ്ങനെയൊക്കെ പഠിച്ചു, ടീച്ചേഴ്സിനൊക്കെ ഡൗട്ടൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വിസ കോൺടാക്ട് ചെയ്തു. എനിക്ക് ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 10-15 daysനുള്ളിൽ തന്നെ വിസ എല്ലാം സെറ്റായി. 10 daysനുള്ളിൽ വിസ വന്നു. പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു, ഇവിടെ വന്നു. ഞാൻ ലൈക്ക് എക്സാമിന് 2 ദിവസം മുന്നേ വന്നപ്പം എൻ്റെ അങ്കിളുടെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ഓക്സ്ഫോർഡിലേക്ക് വന്നത്, അക്കോമഡേഷൻ വാസ് സോ ഗുഡ്. എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ ഷവർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പൊ ആ ഷവർ നന്നാക്കി ഞങ്ങളിങ്ങനെ സ്നേഹടുത്ത് എന്തോ പറഞ്ഞു ഷവർ വെക്കുന്നില്ല. അന്ന് രാത്രി എന്നെ ആള് വന്ന് ഷവർ ശരിയാക്കി തന്നു. പക്ഷേ ഷവർ ഞങ്ങൾക്ക് ഓൺ ആക്കാൻ അറിയില്ലായിരുന്നു, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. ബട്ട് അതിനെ പോലും അവര് വന്ന് ഞങ്ങളെ സഹായിച്ചപ്പോൾ ഞങ്ങൾ ലൈക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ലൈക്ക് എൻവെർട്ടേഴ്സ് ഹോൾ ഗ്രൂപ്പ് ഈ OSCക്ക് വേണ്ടി ലൈക്ക് എല്ലാവരും ഞങ്ങളത് എന്താ പറയാ, എല്ലാവരും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. എല്ലാത്തിനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു, എല്ലാം ചെയ്തു. പിന്നെ ഓക്സ്ഫോർഡിലുള്ള ട്രെയിനിങ് ലൈക്ക് ഫേവാമെറ്റ്സിന്റെ അടുത്ത് എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയണം. ബിക്കോസ് ഓക്സ്ഫോർഡിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ ക്ലൈമറ്റിനോട് ഞങ്ങൾക്ക് അടുക്കാൻ ഭയങ്കര ടൈം എടുത്തു. കാരണം ഇന്ത്യയിൽ ഇത്രയും ചൂടല്ലല്ലോ അവിടത്തേക്ക് തണുപ്പ്. അപ്പൊ അതിനോട് ടൈം എടുത്തു. ഞങ്ങള് ലൈക്ക് കുറെ ഓരോ 2 ദിവസത്തെ ട്രെയിനിങ് ആണെങ്കിൽ പോലും നന്നായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. എസ്പെഷ്യലി ഞാൻ സാറിന്റെ അടുത്തും എനിക്ക് താങ്ക്സ് പറയണം. സാറിന്റെ പേര് ഞാൻ പറഞ്ഞു, മാം പറയാ സാറിന്റെ പേര് ജിതൻ സർ. സോറി, ജിതൻ സർ ലൈക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു, അർഷിത യു ക്യാൻ ഡു ദിസ്, എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്, കുറച്ച് ഫാസ്റ്റ് ആയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം അതേ ലൈക്ക് എനിക്ക് സാർ പറഞ്ഞ സപ്പോസിറ്ററിയുടെ അതേ പ്രൊസീജിയർ തന്നെയാണ് എനിക്ക് അവിടെ കിട്ടിയതും. അപ്പം സാറിനെ ഞാൻ പെട്ടെന്ന് തന്നെ ഓർത്തു. അപ്പം സാർ പറഞ്ഞ പോലെ എല്ലാം ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു ആ സാർ പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റി. പിന്നെ എക്സാമിന് ലൈക്ക് കൊണ്ടുപോയ ട്രാവലിങ്, അവിടെ ചെന്നിട്ടുള്ള സ്റ്റേ എല്ലാം നല്ലതായിരുന്നു. ഞങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അൾസ്റ്ററിൽ എക്സാം എഴുതാൻ പോയി. എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് റിസൾട്ട് വന്നപ്പം എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് പോയി. അത് ലൈക്ക് എന്റെ മാത്രം തെറ്റാണ്. ഞാൻ ലൈക്ക് ഫയർ സ്റ്റേഷൻസ് ചെയ്യാൻ നോക്കിയിരുന്നു, ബട്ട് എന്തോ എന്റെ മെറ്റോക്ലോപ്രമൈഡ് കിടന്ന് ആസ് റിക്വയർഡ് ആയതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പം ഞാൻ ഭയങ്കര ഡെസ്പായി പോയി. ഡെസ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, സോറി. ഞാന് അത് കഴിഞ്ഞ് പിന്നെ ലൈക്ക് ഫേമസിനെ വിളിച്ചു. മാം പറഞ്ഞു ഇറ്റ്സ് ഓക്കെ. പിന്നെ മാം പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ലൈക്ക് യു ക്യാൻ ഡു ദിസ്. അതൊരു ചെറിയ തെറ്റാണ്, അതിപ്പം തെറ്റ് പറ്റിപ്പോയി. അതിനെപ്പറ്റി ഇപ്പം നമ്മളിപ്പം രണ്ടാം ചിന്തിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. ബട്ട് യു ക്യാൻ ഡു ദിസ്. നെക്സ്റ്റ് അറ്റംപ്റ്റില് അശ്വതിക്ക് ഇത് ഏതായാലും പറ്റും എന്നുള്ളതിന് ഒരു എന്താ പറയാ, സോറി മാം, ഐ എം ഗെറ്റിംഗ് ഇമോഷണൽ.
അപ്പം ഞാൻ എനിക്ക് സ്ട്രോങ് കോൺഫിഡൻസ് എല്ലാ മാമിൽ നിന്ന് കിട്ടി. രേഷ്മ മാം, ഫേബ മാം, അഭിന മാം, എല്ലാവരും എനിക്ക് ലൈക്ക് സ്ട്രോങ് ആയിട്ട് എന്നെ പുഷ് ചെയ്തു. അശ്വതിക്ക് ചെയ്യാൻ പറ്റും, ഏതായാലും ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അപ്പൊ തന്നെ ലൈക്ക് സ്നേഹനെ കോൺടാക്ട് ചെയ്തു. എനിക്ക് സ്നേഹ 10 days കഴിഞ്ഞ് 17th മിനിഞ്ഞാന്നായിരുന്നു എന്റെ എക്സാം. 17th ഞാൻ പിന്നെയും മത്സരത്തിൽ പോയി. ഇന്ന് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. So that's my journey. And thank you so much for the Inverters Academy. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫെയിലിയർ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി. ഫെയിലിയർ പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ ഈ ഒരു എക്സാമിൽ കൂടെ പറ്റി. ആൻഡ് എല്ലാത്തിനും സപ്പോർട്ടീവ്, ഹെൽപ്ഫുൾ, ഹാർഡ് വർക്കിംഗ്, എല്ലാവരും ലൈക്ക് ഓരോ സ്റ്റുഡൻറ്റും ഇൻവെർട്ടേഴ്സിൽ വരുന്ന ഓരോ സ്റ്റുഡൻറ്റും ജയിക്കണം, എല്ലാവർക്കും ജോലി കിട്ടണം എന്നുള്ളൊരു ഉറച്ച വാശിയും ഉണ്ട് എല്ലാ ടീച്ചേഴ്സിനും, എല്ലാവർക്കും ഉണ്ട്. സോ ആ ഒരു വാശി തന്നെയാണ് ഞങ്ങളെ ശരിക്കും ജയിപ്പിക്കാൻ സഹായിച്ചെന്ന് ഞാൻ പറയും. ആൻഡ് സോ താങ്ക് യു സോ മച്ച് ഫോർ ദ ഇൻവെർട്ടേഴ്സ് ഗ്രൂപ്പ്, ഫെബിൻ സർ ആൻഡ് എവരി വൺ. ആൻഡ് വി ആർ റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. താങ്ക് യു. താങ്ക് യു അഷിത. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അഷിത, ഇന്നാണ് അഷിതയുടെ റിസൾട്ട് വന്നത്. അഷിത പാസ്സായി. അഷിത നല്ല ഇമോഷണൽ ആണ്. എന്നാലും അഷിത ഒരു കാര്യം പറഞ്ഞത് എനിക്ക് അതിനകത്തിൽ പറയാനുള്ളത്, അഷിത പറഞ്ഞത് അഷിതയുടെ ലൈഫിൽ ഫെയിലർ എന്താണെന്ന് അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഓസ്കി കിട്ടിയില്ലേ, ദാറ്റ് ഈസ് നാച്ചുറൽ. ലൈക്ക് യുനോ, നമുക്ക് ആസ് എ ഹ്യൂമൻ ബീങ് നമുക്കൊരു എക്സാം സെന്ററിൽ പോയി നിന്ന് ഒരു സ്കിൽ നമ്മൾ എഴുതുന്ന പോലെ അല്ല. അപ്പോൾ ഒരു സ്കില്ല് കാണിക്കുമ്പം നമ്മുടെ നെർവസ് നമ്മളെ കൺട്രോൾ ചെയ്ത ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും, ചില കാര്യങ്ങൾ തെറ്റിപ്പോവും, ഡോക്യുമെന്റേഷനിൽ എറർ വരുത്താം എന്ന് വിചാരിച്ച് അവർ എന്നെ പഠിക്കാതിരുന്നിട്ടല്ല. ആക്ച്വലി ആ ഒരു സമയത്ത് എങ്ങനെയാണ് അവർ ഇമോഷൻ കൺട്രോൾ ചെയ്ത് ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ ചെയ്യുന്നതെന്നല്ല അനുസരിച്ചിരിക്കും നമ്മളുടെ പാസിങ്ങും അതുപോലെ തന്നെ ഫെയിലർ ആവുന്നതെല്ലാം. അപ്പം ഈ ഒരു സമയത്ത് അഷിതയുടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അഷിത എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് നമ്മള് ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാവുമെന്ന് വിചാരിച്ചൊരു കാൻഡിഡേറ്റ് ആയിരുന്നു. ലൈക്ക് ഞങ്ങളൊക്കെ നമ്മളൊരു നമ്മുടെ സ്റ്റാഫിന്റെ ഇടയിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, അഷിത ഇസ് ദർ, ഷി വിൽ പാസ് എന്നുള്ള നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ദൈവം വിചാരിക്കുന്നത് വേറെ ഒന്നായിരിക്കും. ലൈക്ക് ഷീ നീഡ് ടു ഫീൽ ദിസ് എക്സ്പീരിയൻസ്. ലൈക്ക് നമ്മളുടെ എന്താ പറയുന്ന ഒരു ഫെയിലർ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചായിരിക്കാം. എന്നാലും അഷിത ഭയങ്കര ഡെസ്പായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടാഞ്ഞപ്പം. അപ്പം നമ്മൾ നല്ല സപ്പോർട്ട് കൊടുത്തു. അഷിത ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞതാണ്, അഷിത, ഇത് ചിലപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. യു നീഡ് ടു ഫീൽ ദിസ് എക്സ്പീരിയൻസ്. ഫെയിൽ ആവുന്നത് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വിജയം മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. എനിവേ, ഷി പാസ്ഡ് ആൻഡ് ഷി ഗോട്ട് ഇറ്റ് ആൻഡ് വെയിറ്റിംഗ് ഫോർ ഹർ പിൻ നമ്പർ. സോ നെക്സ്റ്റ് കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ആള് പവിത്ര എന്ന് പറയുന്ന ആളാണ്. അപ്പൊ എനിക്ക് പവിത്രനെ കണ്ടപ്പോൾ തന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്, ഒരു ബഞ്ച് ഓഫ് യങ്സ്റ്റേഴ്സ് വന്ന ഒരു ബാച്ചിൽ പെട്ട ഒരാളായിരുന്നു പവിത്ര എന്ന് പറയുന്നത്. അപ്പം ഭയങ്കര ഹൈപ്പായിട്ടുള്ള പിള്ളേര്, നമുക്ക് തന്നെ സന്തോഷം തോന്നും അങ്ങനെ കൂടുതൽ ലൈക്കിനോ ഹൈപ്പായിട്ടുള്ള പിള്ളേർ, ഇങ്ങനെ എനർജറ്റിക് ആയിട്ടുള്ള പിള്ളേർ, ഒരു ബഞ്ച് ഓഫ് സ്റ്റുഡൻസ് നമ്മുടെ അടുത്തോട്ട് വരുമ്പം. സോ ആ ഒരു ഹോൾ ബാച്ചില് മിക്ക പിള്ളേരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായ ആളാണ്. അതിനകത്തിൽ ഒരാളാണ് പവിത്രയും. സോ പവിത്ര അടുത്ത് നമുക്ക് ചോദിക്കാം, എങ്ങനെയായിരുന്നു പവിത്ര നമ്മളോട് ലൈക്ക് നമ്മുടെ കൂടെയുള്ള ജേർണി, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പവിത്ര തന്നെ നമ്മുടെ അടുത്ത് പറയുന്നതായിരിക്കും. ഹലോ, കേക്കാം, പറഞ്ഞു. എനിക്ക് ഞാനും ചിഞ്ചും ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്ന ചിഞ്ചു, ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ ഒരുമിച്ച് ഇവിടെ 10 days ട്രെയിനിങ്ങിന് വന്നു. ട്രെയിനിങ് ഭയങ്കര രസമായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങള് ഈ മാം പറഞ്ഞ പോലെ എല്ലാം ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ് ആയിരുന്നു കൂടുതൽ. അപ്പൊ ഞങ്ങക്ക് കൂട്ടുകൂടാൻ ഭയങ്കര രസമായിരുന്നു. അപ്പം റൂമിലാണെങ്കിലും ഞങ്ങൾ ഒത്തിരി പുതിയ ഫ്രണ്ട്സ് ഉണ്ടാക്കി. ഭയങ്കര രസമുള്ള ഒരു ബാച്ചായിരുന്നു ഞങ്ങളുടേത്. അപ്പം അത് കഴിഞ്ഞ് ട്രെയിനിങ് നല്ലതായിരുന്നു, എല്ലാം നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. ക്ലാസ്സിൽ പോകുന്നതും ഉണ്ട്, ഇല്ലാന്നല്ല, അതിന്റെ കൂടെ തന്നെ വൈകുന്നേരം കറങ്ങാൻ പോക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ഫുള്ളി. അത് കഴിഞ്ഞപ്പം ഇങ്ങ് വന്നപ്പോ അന്നേരം ക്ലാസ്സിൽ പോയ സമയത്ത് എനിക്ക് കുറച്ച് പാടായിരുന്നു. എന്നുവെച്ചാൽ ആദ്യം ഇതിനെ കുറിച്ചൊന്ന് അഡാപ്റ്റ് ആയി വരാൻ കുറച്ച് സമയം എടുത്തു.
പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഞാൻ പ്രാക്ടീസ് ചെയ്ത് ടൈമർ വെച്ച് തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അത്യാവശ്യം നല്ല കോൺഫിഡന്റ് ആയിരുന്നു ഞാൻ. ഇവിടെ വന്നപ്പോഴും നല്ല കോൺഫിഡന്റ് ആയിരുന്നു, നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ ഇവിടെ വന്ന് ട്രെയിനിങ് കഴിഞ്ഞു, മോക്കില് ഒത്തിരി കറക്ഷനൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ആ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു, ഞാൻ പാസ്സാവും, എനിക്ക് കിട്ടും എന്നൊരു സാധനം തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ടായിരുന്നു. പക്ഷെ അവസാന നിമിഷം അത് പോയി. അതെന്ന് വെച്ചാല് എന്റെ ഫസ്റ്റ് സ്റ്റേഷൻ ANDT ആയിരുന്നു. ANDT കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആക്ച്വലി ഞാൻ ഇപ്പൊ ഒരു 21 മിനിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും അതിന് മുന്നേ ഒത്തിരി നേരം മുന്നേ ഞാൻ ചെയ്ത് തീർത്തോണ്ടിരുന്ന വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അപ്പൊ അതുകൊണ്ട് എനിക്കത് തീർക്കാൻ പറ്റും എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അത് തുടങ്ങി ഭയങ്കര വേഗം സമയം പോകുന്നതിന് ഒരു കണക്കുമില്ലായിരുന്നു. അപ്പം സമയം പെട്ടെന്ന് പോയി. എന്റെ വോണ്ട് അസസ്മെന്റ് ഒക്കെ നന്നായിട്ട് പോയി. പക്ഷെ ANDT ഞങ്ങൾ അവിടെ വന്നപ്പോഴാണ് ഈ എക്സ്ട്രാ ഗ്ലൗസ് ഉപയോഗിക്കുന്ന കാര്യം സാറ് പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ ഞാൻ എക്സ്ട്രാ ഗ്ലൗസ് പൊട്ടിച്ചിട്ടു. ഗ്ലൗസ് ഇട്ട് പിന്നെ ട്രോളിയിലേക്ക് നോക്കിയപ്പോഴാണ് ഞാൻ മറ്റേ നോർമൽ സോള് എടുത്തൊഴിച്ചില്ല. അപ്പൊ ഞാൻ ഗ്ലൗസ് ഇട്ടൂടെ പോയില്ലേ, അപ്പൊ എനിക്കിനി ഒന്നും ചെയ്യാനില്ല. ഞാൻ കുറച്ച് സമയം എടുത്ത് ആ ഗ്ലൗസ് ഇട്ടത്, ഇട്ട ഗ്ലൗസ് അതേപടി ഊരിക്കളഞ്ഞ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. അപ്പം എന്റെ ടൈം ഫുള്ള് പോയി. ഒന്നും സമയത്ത് എനിക്ക് തീർക്കാൻ പറ്റിയില്ല. പിന്നെ എല്ലാം ഭയങ്കര സ്പീഡിലായിരുന്നു. ഒരു 2-3 മിനിറ്റ്സേ ഉള്ളൂ എനിക്ക് മിച്ചം. അപ്പൊ അതുകൊണ്ട് പിന്നെ എല്ലാം വേഗം ചെയ്ത് എന്റെ എക്സാമിനർ അതുവരെ അവിടെ ഇരുന്ന എക്സാമിനർ നേരെ എന്റെ അടുത്ത് വന്ന് എന്റെ ട്രോളിയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന്. അപ്പൊ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെന്ന് പുള്ളിക്കാരിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് വേഗം ചെയ്ത് എല്ലാം ഞാൻ അസെപ്റ്റിക് ടെക്നിക് ഉപയോഗിച്ച് ഫുള്ള് ചെയ്തു. പക്ഷെ ക്ലീൻ ചെയ്ത് മറ്റേ ഡ്രസ്സിങ് ഒട്ടിക്കുന്നതിന് മുന്നേ ഞാൻ പേഷ്യന്റിനെ കവർ ചെയ്തു. അവിടെ എന്റെ ധൃതിയിൽ എനിക്ക് തെറ്റിപ്പോയതാണ്. പക്ഷെ അന്നേരമാണ് എനിക്ക് മനസ്സിലായത്. അപ്പോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഫസ്റ്റ് സ്റ്റേഷൻ ആദ്യത്തെ സ്റ്റേഷനിൽ നിന്നേ ഇത് പോലോ എന്നുള്ളൊരു സാധനമായിരുന്നു. പക്ഷെ എനിക്ക് ഒരു 30 സെക്കൻഡ് ഉണ്ടായിരുന്ന സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു തീർത്തു. ഞാൻ റിയൽ സിനാരിയോയിൽ ഒട്ടിക്കും എന്ന് പറഞ്ഞ് ഞാൻ തീർത്തു. അങ്ങനെയാണ് എന്റെ ANDT തീർന്നത്. അപ്പൊ ANDT തുടക്കത്തിലെ ഫ്ലോപ്പ് ആയതുകൊണ്ട് പിന്നെ അങ്ങോട്ട് എനിക്ക് ഓരോ സ്റ്റേഷൻ എടുക്കുമ്പോഴും എനിക്ക് പേടിയായിരുന്നു. ആദ്യത്തേത് പോയല്ലോ, അപ്പൊ എനിക്ക് റീസെറ്റ് ഉണ്ടല്ലോ എന്ന്. പക്ഷെ നിങ്ങളിപ്പം ക്ലാസ്സിന്റെ സമയത്ത് ടീച്ചേഴ്സ് എല്ലാരും പറയായിരുന്നു, ഒരു സ്റ്റേഷൻ പോയാലും അത് ഓർത്തോണ്ടിരിക്കരുത്, അടുത്ത സ്റ്റേഷൻ മുന്നോട്ട് പോകണം, അത് വിട്ടിട്ട് മുന്നോട്ട് പോകണമെന്ന്. അതുകൊണ്ട് ഞാൻ ആ ANDTയുടെ കാര്യമേ മാറ്റി വെച്ചിട്ടാണ് പിന്നത്തെ സ്റ്റേഷൻ ഫുള്ള് മുന്നോട്ട് ചെയ്യുന്നത്. അപ്പൊ കുഴപ്പമില്ലാതെ ബാക്കി സ്റ്റേഷനൊക്കെ ചെയ്യാൻ പറ്റി. ഇടയ്ക്ക് 1-2 മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് എന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചു. പക്ഷെ ലാസ്റ്റ് ഇവാലുവേഷൻ ഒക്കെ ഞാൻ നല്ല പക്കായിട്ട് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. എന്റെ ഇവാലുവേഷൻ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്റ്റേഷൻ ആയിരുന്നു ഇവാലുവേഷൻ. ഇങ്ങനെ വായിച്ചു വിട്ടാൽ പോരെ, വേഗം ഞാൻ വായിക്കും. അത്ര നന്നായിട്ട് ഇവാലുവേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഈ പരീക്ഷയുടെ ആയിരുന്നു ഇവാലുവേഷനിൽ ലാസ്റ്റ് ആയപ്പം ഈ ടെൻഷൻ എടുത്തിട്ടായിരിക്കും എന്നെ ഭയങ്കരമായിട്ട് ചുമക്കാൻ തുടങ്ങി. പിന്നെ പുള്ളിക്കാരത്തി എന്റെ എക്സാമിനർ എനിക്ക് ഇത് പോസ് ആക്കി തന്ന് കുറച്ചു നേരം വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്ത് പതിയെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഇവാലുവേഷൻ വരെ എത്തി തീർത്തത്. ഇവാലുവേഷൻ വരെ കരയാതെ പിടിച്ചു നിന്നതിന് എനിക്ക് തന്നെ എന്റെ ക്രെഡിറ്റ് എനിക്കറിയത്തില്ല. അത്രയ്ക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ കരഞ്ഞ് അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം ഇവിടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും അറിയാം, ഞാനായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ കരഞ്ഞു പൊട്ടൂന്ന് ഉറപ്പിച്ചായിരുന്നു ഞാൻ പുറന്നു പോകുന്നത്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. യശിത പറഞ്ഞ പോലെ ഇതുവരെ തോറ്റു പോയിട്ടില്ലാത്തോണ്ടുള്ള ഒരു സങ്കടമാണ്, ആ സങ്കടമായിരുന്നു. പക്ഷെ എന്തോ എങ്ങനെയൊക്കെയോ പരീക്ഷ പാസ്സായി. അവര് പറഞ്ഞൊപ്പിച്ചത് കൊണ്ടായിരിക്കണം അങ്ങനെ അവര് പാസ്സാക്കി. അതുകൊണ്ട് ഞാൻ പരീക്ഷ പാസ്സായി, അതിന് സന്തോഷമുണ്ട്. പിന്നെ ടീച്ചേഴ്സ് എല്ലാരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു, നന്നായിട്ട് എല്ലാം പറഞ്ഞു തന്നു. ഇപ്പൊ ഫെയിലിയേഴ്സ് വരുമ്പോഴാണല്ലോ നമ്മൾ ഓരോന്ന് ഓർക്കുന്നത്. അപ്പം ആ പുതിയത് മുന്നോട്ട് പോകുന്നതും അതൊക്കെ അന്ന് പറഞ്ഞ് അങ്ങനെ തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ ഫസ്റ്റ് സ്റ്റേഷനിലെ മിസ്റ്റേക്ക് വന്നത് കൊണ്ട് ഞാൻ ഭയങ്കര ഡൗൺ ആയി പോയേനെ. പക്ഷെ അങ്ങനെ ഒരു സാധനമൊക്കെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ലാണ്ട് എനിക്ക് പാസ്സാകാൻ പറ്റി. റിസൾട്ട് വന്നപ്പോഴും എല്ലാവരും ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു ചോദിക്കും അത്രയ്ക്ക് സന്തോഷമായോ. ഞാൻ അത്രയ്ക്ക് ഡെസ്പായിരുന്നു. പക്ഷെ അങ്ങനെ പാസ്സാവുമെന്ന് വിചാരിച്ചിരുന്നില്ല അവസാനം വരെ. പക്ഷെ പാസ്സായി. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും, എല്ലാ ടീച്ചേഴ്സിനും. കൺഗ്രാറ്റുലേഷൻസ് പവിത്ര. പവിത്ര പറഞ്ഞ എക്സ്പീരിയൻസസ് എന്നോ എന്താ പറയുന്നത്, നമ്മൾ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ പറയുന്നതാണ്, നമ്മൾ ഒരിക്കലും ഫസ്റ്റ് ടൈമിൽ തന്നെ സക്സസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പവിത്രയുടെ കാര്യം പറയാൻ വെർബലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം പവിത്രയുടെ അടുത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്തോ അതേപോലെ തന്നെ ചെയ്തു.
കരച്ചില് പിടിച്ചു നിർത്തി അവസാനം വരെ കരയാതെ പിടിച്ചു നിർത്തി അവസാനം ഇറങ്ങി പോന്നപ്പോഴാണ് പൊട്ടിക്കരഞ്ഞെന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ അതുവരെയും നല്ല രീതിയിൽ നിന്ന് സ്റ്റേൺ ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റി. അതിനേക്കാൾ ഉപരിയായിട്ട് പവിത്ര പറഞ്ഞ കാര്യം, നമ്മുടെ അടുത്ത് ട്രെയിനിങ് കഴിഞ്ഞിട്ടും പവിത്ര അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചാല് നമുക്ക് ആ ടൈം സ്കെഡ്യൂളിനുള്ളിൽ അനുസരിച്ച് അത് തീർക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഓരോ മീൻസ് നമുക്ക് ഇൻബോൺ സ്കിൽസ് അല്ല ഇതൊന്നും, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം ബേസിക് കാര്യങ്ങൾ തന്നെയാണെങ്കിലും നമ്മൾ എന്നാ പറയുന്നത്, UK റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ച് അവരുടെ മാർക്കിംഗ് ക്രൈറ്റീരിയ അനുസരിച്ച് വിത്തിൻ ടൈം ലിമിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ പ്രാക്ടീസ് ഹെൽപ്ഫുൾ ആയി. അതുപോലെ തന്നെ നമ്മുടെ അഡ്വൈസസ് അതേപോലെ എന്നാ പറയുന്നത് സ്വീകരിച്ച് അതുപോലെ തന്നെ ചെയ്തു. ദാറ്റ് വാസ് ഹർ സക്സസ്, വിച്ച് ഇസ് ഗുഡ് ആൻഡ് വെൽ ഡൺ. ആൻഡ് ലാസ്റ്റ് പേഴ്സൺ, I can see a person's name whose name is Liti Varghese. ലിറ്റി വർഗീസിന്റെ അടുത്ത് നമുക്ക് ചോദിക്കാം, എങ്ങനെയായിരുന്നു നമ്മുടെ ഫാമിലിയുമായിട്ടുള്ള ഓസ്കി ജേർണി വിത്ത് അസ്, സ്പെഷ്യലി വിസ പ്രോസസ്സിംഗ് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരവിടെ വരുമ്പം നമ്മൾ തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുന്നത്. നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഹീത്രൂ എയർപോർട്ടിൽ നിന്ന് അക്കോമഡേഷനിലോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് അവിടെ അക്കോമഡേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഡേയിലുള്ള എല്ലാ സർവീസും നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്നേഹ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലണ്ടിലുള്ള പാസ്റ്ററൽ സർവീസ്, ഷീ ഈസ് ഓൾവേസ് ഓൺ ദ ഫോൺ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കീപ്പ് ഓൺ ചെക്കിങ്. അപ്പം നമുക്ക് ചോദിക്കാം അവരുടെ അടുത്ത് എങ്ങനെയായിരുന്നു ലിറ്റിക്ക് നമ്മളോടുള്ള എന്നാ പറയുന്നത് എക്സ്പീരിയൻസ്. മാം, എന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം 24 ദിവസത്തെ ലീവ് എടുത്തിട്ടായിരുന്നു ഞാൻ വന്നിരുന്നത്. അപ്പം എനിക്ക് വരുന്നതിന്റെ തലേദിവസം വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് വിസ വന്നത് തന്നെ തലേദിവസമാണ് വന്നത്. അപ്പം എനിക്ക് അറിയില്ലായിരുന്നു, എനിക്ക് അല്ലെ പോസ്റ്റ്പോൺ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എക്സാം ഡേറ്റ്. അപ്പം എക്സാം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലും കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ എനിക്ക് പഠിക്കാനായിട്ടുള്ളൊരു സമയവും സാഹചര്യവും ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അവിടെ വന്നതിന് ശേഷം എനിക്ക് ട്രെയിനിങ് നല്ല എഫക്റ്റീവ് ആയിരുന്നു. നന്നായിട്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റി. എന്റെ കൂടെ ഉള്ളവർക്കറിയാം ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഞാൻ അവരോടൊക്കെ ചോദിച്ചിട്ടാ പഠിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം നടന്നു വരുന്ന വഴിയില് ഒക്കെ ചോദിച്ച് പഠിക്കുമായിരുന്നു. അപ്പം ഇവരെ ഒന്നും ഇവർക്കെല്ലാം ഞാനൊരു ബുദ്ധിമുട്ടാക്കിയിരുന്നു. കാരണം ഇവരെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, ആ പ്രൊസീജിയർ പറയാവോ ഈ പ്രൊസീജിയർ പറയാവോ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് വന്നത്. അപ്പം അവിടെ നിന്ന് എനിക്ക് എല്ലാ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വലിയ താങ്ക്സ് ഉണ്ട്. കാരണം ഞാനിപ്പോ നാട്ടിലെത്തി, ഇനി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണം. അപ്പം എനിക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കിട്ടാൻ ഓസ്കി എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടിയത്. കാരണം ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത എനിക്ക് അവിടെ വന്നിട്ട് ആ കറക്റ്റ് ഇതിലുള്ള ആ ഒരു ഗൈഡൻസ് തന്നതുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. പിന്നെ എന്റെ ഫ്രണ്ട്സിനും. ഓക്കെ, എന്നിരുന്നാലും എല്ലാം ഭയങ്കര സ്മൂത്ത് ആയിട്ട് നടന്നല്ലോ എല്ലാ കാര്യങ്ങളും. എല്ലാ കാര്യങ്ങളും ഒരു പ്രശ്നം ഇല്ലാതെ നടന്നു. ആൻഡ് യു ആർ ബാക്ക് വിത്ത് യുവർ പിൻ നമ്പർ അല്ലേ? സോ വിച്ച് ഈസ് റിയലി ഗുഡ്. ഓക്കെ, ലിറ്റി അതേപോലെ തന്നെ പിൻ നമ്പർ കിട്ടി, നാട്ടിൽ വന്ന് ഇപ്പൊ ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് ലിറ്റി. സോ നമ്മുടെ കൂടെ ഓസ്കി സക്സസ് സമ്മിറ്റില് നമ്മുടെ കൂടെ പങ്കെടുക്കുന്നത് ഫെബിൻ സിറിയക്. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് എൻവിറ്റീസ് അക്കാഡമി. അപ്പൊ ഫെബിന് നമ്മളോട് എന്താണ് സംസാരിക്കുന്നത് നമുക്ക് നോക്കാം. So guys, thank you so much for joining in. So first of all, congratulations. So it is not the easiest achievement. It's one of the biggest achievement, especially when it comes to a professional role. This is one of the best achievements you can ever have as a nurse in your life. Getting a registration to the UK is the most important part, especially these difficult times. You might be aware that international recruitment is not happening as before. The vacancies are limited, and there's a massive change in the industry. So you guys took the step forward, way ahead to take a new approach, which is the most appropriate one. So adapting to the situation is the most important key key quality in everyone's life. So you took that step. I know there must be confusions, there must be worries, anxieties around what would happen if I don't pass the OSCE, what would happen if I don't get the PIN number. So
you guys made this journey, and thank you so much for trusting us on this matter, which is most important, because we often hear a lot of questions and comments from some of our nurses who says, oh, what would happen if I don't get a job? What would happen if I don't get a visa? So it's a great progress. So first of all, congratulations. I'm not gonna give a speech, but all I just wanted to say, we are now working towards finding an opportunity for you. We have Amanda, who was actually on a sick leave. She's back on work. We are reaching out to all our employers and putting your details back to employers, explaining that we have a set of nurses, a pipeline of nurses who came from overseas and secured their PIN number, waiting for a job. And we are, even though it is not commercially viable, we have made a decision to supply your CVs to employers for free of cost, which means if an employer is willing to accept your application to fill their vacancies, we will not charge a recruitment fee to the employer. Because there are two elements. One is actually within the UK, there is a financial restriction or financial constraint with a lot of employers. Secondly, so it may not be affordable for all the employers to pay a recruitment fee to an agency, or there might be additional cost involved in your recruitment. So by giving an example, if there is a vacancy, obviously the employer might prefer to recruit someone based locally who doesn't require to have a sponsorship. If all you need at the moment, you don't need a relocation package, you don't need an OSCE training, you have your PIN number, they need to give you, as an employer, they need to give you a sponsorship to come and work in the UK. That's all they need. However, the sponsorship is still costing them a lot of money. So if they want to offer you a 3-year sponsorship, it would cost them around £3,200. So what we are trying to achieve, we are going back to the employers and saying, right, we have these nurses, we will not charge you a fees, but we would expect you to offer them a sponsorship, which would allow you to come and work in the UK. So that's something we are working on. We will also share some other vacancies where we are aware of, which will not be recruited through an recruitment agency. So Amanda would start sharing those vacancies to you, either through your WhatsApp or email or some other medium. You'll get those vacancies in the next couple of days. We would recommend you to apply to these vacancies directly. In case if you need support in applying those jobs, please let Amanda know. She will help you. End of the day, ultimately what we wanted to achieve, we want you to have an employment. The quicker you get an employment, it's easier. Things were not easy as before, but now we are in the second month. Now a lot of employers are restarting their recruitment. We are seeing the vacancies are getting advertised on social media, on their websites. So start applying for CV, but the first thing is, most important part is get your CVs updated. Make sure you put your NMC registration PIN number on the top of it and ensure that you are an NMC registered nurse. Why? It is often seen as employers get hundreds of CVs from overseas nurses. So the employers might struggle to understand whether you are an overseas nurse or whether you are a registered nurse. So just on the top of the application, you have to put down that NMC registered nurse with your NMC PIN within the column. So that's where the employer would identify. When you submit an application online, if there is an additional information section on the application form, you need to highlight the point that you are an NMC registered nurse. You should not say you should not use the word overseas nurse. Instead of that, you should say you are an NMC registered nurse. So all the very best. If you have any questions, please feel free to go back to Anju. Anju is on the screen. Anju, if you could wave your hands, at least I know you'll be speaking to these people over the phone. So if you could wave your hand, at least they would recognize you. Then we also have Amanda on the screen. So Amanda would be the one supporting candidates who secured their NMC PIN. So know about them. They'll share also their contact details here, but they do have your contact details, so they will contact you. So all the very best. I do have a couple of interviews, so I'm not be staying. So thank you so much, and all the very best. I just want to have a talk with Constantina. She's here. Yes, I'm here. Okay. Hi, So, everyone.
So could you please give a word with them if you can? Yes, for sure. Obviously, well done. You've done amazing. This is not something that's easy. And you guys went through the whole journey with a lot of uncertainty, came to a different country just to take an exam and went back. So that takes a lot. And I understand that right now is not the greatest situation with how the job market is in the UK, but what you've done makes you the candidates that will get the job first. Like Febin said, there is so many candidates right now looking for jobs, but you have already got your registration. So when the hospitals look for people, they will be looking for people like you. So you have maximized the chances for you to get your dream job and come to the UK. And from someone that lives in the UK and sees what is going on with the health system, I can tell you for certain that there is such a big shortage right now that the government will not be able to carry this on for much longer. So hang in there, you've made it this far, so just keep pushing. Any help you need with your CVs, with your cover letters, we are here to provide that support. And yeah, if you see any job that you are interested in, apply for it. You have more chances than anyone else that is based overseas because you're registered. So yeah, keep your smiles on, keep the good spirits on, and I'm sure that you'll do great. Thank you, Constantina. I hope that you understand a little bit words, from there you can catch that what they were saying, isn't it? Okay. Anyway, thank you so much. Thank you so much for your presence with us. And last person, Reshma. Reshma, നമ്മുടെ കൂടെ 10 days ട്രെയിനിങ് നമ്മുടെ നാട്ടിൽ കൊച്ചിൻ എൻവെർട്ടിസ് അക്കാഡമിയിലെ ലീഡ് ട്രെയിനറാണ്. അപ്പം രേഷ്മ നമ്മളോട് കുറച്ചു നേരം സംസാരിക്കുന്നതായിരിക്കും. രേഷ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന്. So first of all, I would like to congratulate all my students for clearing your OSCE examination. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് പറയാനുള്ളത്. So it was amazing training you all guys. കാരണം ഞാൻ ഓർക്കുന്നുണ്ട് ഫസ്റ്റ് ഡേ വെൻ എല്ലാവരുടെയും ഫേസ് കാണുമ്പോൾ എല്ലാവർക്കും ഒരു സങ്കടമായിരുന്നു, ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു എല്ലാവരുടെയും ഫേസിലുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ അവരുമായിട്ട് ഒരുപാട് പേഴ്സണലായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോഴും അവരെന്നോട് ചോദിക്കും, മാഡം 10 ദിവസം ട്രെയിനിങ്ങിൽ ഞങ്ങൾ പാസ്സാകുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ബട്ട് നൗ ഐ കൻ സീ ഓൾ ദ ഹാപ്പി ഫേസസ്. അല്ലെ, 10 ദിവസം യു ഹാവ് മെയ്ഡ് ഇറ്റ് പോസിബിൾ. അന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു, ക്യാൻ യു ഷോ ആൻ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ കാണിക്കാമോ, ആരെങ്കിലും പോയി എഴുതി പാസ്സായ ഒരു എക്സാമ്പിൾ കാണിക്കാമോ എന്ന് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ എല്ലാവരും ട്രെയിനിങ് വന്ന് നമ്മൾ അക്കാഡമി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാൾ, ഈവൻ ദോ നമ്മൾ ഓക്സ്ഫോർഡിൽ നമുക്ക് 2021 തൊട്ട് ട്രെയിനിങ് ഉണ്ടെങ്കിൽ പോലും കൊച്ചി നമ്മൾ അക്കാഡമി തുടങ്ങിയത് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു. അപ്പൊ അന്ന് നിങ്ങൾ എല്ലാവരും ചോദിച്ചിരുന്നു അറ്റ്ലീസ്റ്റ് 1 എക്സാമ്പിൾ, ആരെങ്കിലും ഒന്ന് പോയി എഴുതി പാസ്സായ ഒരു എക്സാമ്പിൾ കാണിക്കാവുന്നു. നൗ യു കെൻ സീ ഓൺ ദ സ്ക്രീൻ ദർ ആർ മെനി എക്സാമ്പിൾസ് വിത്ത് ഹാപ്പി ഫേസസ്. Out of this, many have cleared your exam in your first attempt. So that is also amazing. So if you can make it possible, then of course it is a great, it is of course your hard work. So we as trainers can only support you, teach you the right thing, right? So അത് നമ്മൾ എന്താണെങ്കിലും ചെയ്തു. അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ എല്ലാവരും was really hard working. ഓരോ കാര്യങ്ങളും ചോദിച്ച് പഠിക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവ്നെസ് ഉണ്ടായിരുന്നു. So anyway, so happy for you. So hopefully enjoy your PIN. നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഒരു ജോലി കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. Okay, so thank you so much. And I am also emotionally so happy കാരണം you have said that the training was very effective. The base what we give in OSCE training was from here, so that you are able to understand to the maximum, isn't it? So thank you so much for that. Thank you, Reshma. Thank you so much, everyone. Thank you for your wonderful time with us. So
നമ്മളുടെ ഇന്നത്തെ സക്സസ് സമ്മിറ്റിൽ കുറച്ച് പേരെ നിങ്ങൾക്ക് കാണാൻ പറ്റി. അതുപോലെ തന്നെ നമ്മളുടെ കൂടെ ഒരുപാട് കാൻഡിഡേറ്റ്സ്, പാസ്സായ കാൻഡിഡേറ്റ്സ്, ജോലി കിട്ടിയവർ, പിൻ നമ്പർ വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾക്ക് നെക്സ്റ്റ് കുറച്ച് സമയങ്ങളിൽ നമുക്കതൊക്കെ കാണാൻ പറ്റും. നമ്മളുടെ ഓസ്കി സക്സസ് സമ്മിറ്റ് പ്രോഗ്രാമിൽ അവരുടെ എക്സ്പീരിയൻസസ് നമ്മളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് ഇവരുടെ എന്നാ പറയുന്നത് എക്സ്പീരിയൻസ് കേട്ട സമയത്ത് എനിക്ക് ഓർമ്മ വന്നതെന്ന് പറയുന്നത്, ലൈഫ് ഈസ് എ ചലഞ്ച്, ലൈക്കിനോ. അപ്പം നമുക്ക് ഹഡിൽസ് വരും. നമ്മുടെ ലൈഫ് ഒരിക്കലും സ്മൂത്ത് അല്ല. അപ്പം എപ്പോഴും സ്മൂത്ത് ആണോന്ന് വിചാരിക്കുന്നതും ശരിയല്ല. ലൈഫിൽ സക്സസ് മാത്രമല്ല, അതുപോലെ തന്നെ ഫെയിലേഴ്സും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഹഡിൽസും എന്നാ പറയുന്നത് ബാരിയേഴ്സ് ഒക്കെ വരുമ്പം അവിടെ ആ ഒരു ഡോറ് ക്ലോസ്ഡ് ആണെന്ന് വിചാരിച്ചിരിക്കരുത്. ഒരിക്കലും അത് കറക്റ്റ് അല്ല. വൺസ് യു ആർ നോക്കിംഗ് ദ ഡോർ ദെൻ ഓൺലി ഇറ്റ് വിൽ ഓപ്പൺ. സോ നോക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ എപ്പോഴും കാണും. നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന സമയത്തെ അതൊക്കെ നമ്മളുടെ അടുത്തോട്ട് വരത്തുള്ളൂ. അപ്പം നിങ്ങളുടെ മുന്നിൽ നടക്കുന്ന നിങ്ങളുടെ അടുത്ത സ്ഥലത്താണ് നമ്മുടെ എൻവിറ്റീസ് അക്കാഡമി. ദോസ് ഹു ആർ വെയിറ്റിംഗ് ടു ഗെറ്റ് ലൈക്ക് ടു വർക്ക് ഇൻ അബ്രോഡ്, എസ്പെഷ്യലി ഇൻ യൂറോപ്യൻ കൺട്രീസ്, എസ്പെഷ്യലി ഇൻ യുണൈറ്റഡ് കിങ്ഡം. നിങ്ങൾക്കൊരു UK RN ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കൊച്ചിയിൽ തന്നെയുണ്ട്. നമ്മുടെ ആദ്യത്തെ, കേരളത്തിൽ തന്നെയല്ല, ഐ തിങ്ക് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഓസ്റ്റി ഫേസ് ടു ഫേസ് ട്രെയിനിങ് സെന്റർ ആണിത്. ഇവിടെ നമ്മൾ 10 ദിവസത്തെ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്ന് പറഞ്ഞാൽ UK രജിസ്ട്രേഷൻ പിൻ നമ്പർ കിട്ടിയ സ്റ്റാഫ്, അതുപോലെ തന്നെ ഓസ്കി അറ്റൻഡ് ചെയ്ത് പാസ്സായ സ്റ്റാഫ് തന്നെ ഇവിടെ ഉണ്ട് നമ്മുടെ അടുത്ത് പഠിപ്പിക്കാൻ. അതുപോലെ തന്നെ UK നിന്നും ആൾക്കാർ വന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്ത് പഠിപ്പിക്കുന്നതാണ്. അപ്പം എല്ലാവരും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫാണ്. 10 ദിവസത്തെ ട്രെയിനിങ് കഴിയുന്നുടനെ നമ്മൾ തന്നെയാണ് വിസ പ്രോസസ്സിങ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് അപ്ഡേറ്റഡ് ആക്കിയിട്ട് തന്നെയാണ് നമ്മൾ UK കൊണ്ടുപോകുന്നത്. UK എത്തിക്കഴിയുമ്പം അവിടെ എയർപോർട്ടിൽ ഇറങ്ങുന്ന നിമിഷം മുതൽ നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലൈറ്റിന്റെ യാത്രയുടെ സമയത്തും ടിക്കറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ആണ്. നമ്മൾ നമ്മുടെ കാൻഡിഡേറ്റ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്കൊരു കാര്യത്തിലും വിഷമിക്കേണ്ട കാര്യമില്ല. വൺസ് നമ്മൾ UK എത്തിക്കഴിഞ്ഞിട്ട് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് ഫസ്റ്റ് ഡേയിലുള്ള ഫുഡ് സർവീസസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അക്കോമഡേഷൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ എൻവിറ്റീസ് അക്കാഡമി ഓക്സ്ഫോർഡിലുള്ള. അപ്പം അവിടെ നമുക്ക് 2 ദിവസത്തെ ട്രെയിനിങ് ആണ്. ഈ 10 days ട്രെയിനിങ് കഴിഞ്ഞിട്ട് വരുന്നവർക്ക് 10 days ട്രെയിനിങ്ങിൽ മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞ് 2 days ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് ട്രെയിനിങ് ആണ്. അതിനകത്തിലും മോക്ക് ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാ സ്റ്റേഷൻസും നമ്മൾ കവർ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ എക്സാം സെൻറ്ററിൽ കൊണ്ടുപോയി എക്സാം എഴുതിച്ച് അവർക്ക് പിൻ നമ്പർ കിട്ടുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കീപ്പ് ഇൻ ടച്ച് ആയിരിക്കും. സോ ഇഫ് യു വോണ്ട് ടു ജോയിൻ, നമ്മളുടെ നാട്ടിൽ OETO അല്ലെങ്കിൽ IELTSO എക്സാമൊക്കെ പാസ്സായിട്ട് ജോലിയൊക്കെ മിഡിൽ ഈസ്റ്റിൽ നിന്നോ എവിടെ നിന്നായാലും കളഞ്ഞു വന്ന് UK പോകാൻ വേണ്ടി നിന്നിട്ട് വിഷമിച്ച് നിൽക്കുന്നവരാണെങ്കിൽ എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ എൻവിറ്റീസ് അക്കാഡമി ഇൻ ഓക്സ്ഫോർഡ് വി ആർ ഡൂയിങ് ഫേസ് ടു ഫേസ് ട്രെയിനിങ്. 5 days ട്രെയിനിങ് അവിടെ ഉണ്ട്. കോണ്ടാക്ട് ചെയ്യുക എൻവിറ്റീസ് അക്കാഡമി ആയിട്ട്. അപ്പം നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ ഞങ്ങളും പാർട്ടായിരിക്കുന്നതിൽ ഞങ്ങൾക്കും അഭിമാനമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഓസ്കി സക്സസിൽ കാണാം.